വന്ന ദൈവദാസന്മാർക്കും സഹോദരി സഹോദരന്മാർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹവും വന്ദനവും ഈ രാത്രിയിൽ അറിയിക്കുന്നു. നമ്മൾ ഇന്നലെ അപ്പോസ്തല പ്രവൃത്തികൾ 1-ാം അധ്യായം അതിൻ്റെ 4-5 വാക്യങ്ങൾ കുറിവാക്യമായി വായിച്ച് അതിനകത്ത് നിന്ന് ഒരു പ്രയോഗം എടുത്ത് നമ്മളൊന്ന് ധ്യാനിക്കുകയായിരുന്നു. അങ്ങനെ അവൻ അവരുമായി കൂടിയിരിക്കുമ്പോൾ അവരോട്, നിങ്ങൾ യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചു, നിങ്ങൾക്കോ ഇനി ഏറെ നാൾ കഴിയും മുൻപേ പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കുമെന്ന് കൽപ്പിച്ചു. അവിടെ നിന്നൊരു പ്രയോഗമാണ് എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്തം, അല്ലെങ്കിൽ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. ദ പ്രോമിസ് ഓഫ് ദ ഫാദർ. അപ്പോസ്തല പ്രവൃത്തികൾ ദൈവമക്കൾക്കറിയാം, അതിൻ്റെ എഴുത്തുകാരൻ ലൂക്കോസാണ്. ലൂക്കോസ് പുതിയ നിയമത്തിലെ 2 പുസ്തകങ്ങളാണ് എഴുതിയിരിക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തികൾ ഒരു ഹിസ്റ്റോറിക്കൽ ബുക്കാണ്. ആദ്യ സഭ പരിശുദ്ധാത്മ നിറവിൽ ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തതിൻ്റെ ഒരു ചരിത്രമാണ്. സ്പാനിങ് 30 years, ഓൾമോസ്റ്റ് 30 years. പിതാവിൻ്റെ വാഗ്ദത്തം പരിശുദ്ധാത്മാവാണ് എന്ന് ഞാൻ ഇന്നലെ പറയുകയുണ്ടായി. അത് വേണമെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് ബോധ്യമാക്കാൻ 2:33, 2:38, 39 ഈ വാക്യങ്ങളിൽ വളരെ വ്യക്തമായി the promise of the Father is the Holy Spirit. ഇപ്പം ലൂക്കോസ് ഈ അപ്പോസ്തല പ്രവൃത്തികളിലെ 28 അധ്യായങ്ങളിൽ how the Spirit moved among the first century believers, അതിൻ്റെ ഒരു ഹിസ്റ്ററിയാണ് അദ്ദേഹം എഴുതുന്നത്. നിങ്ങൾ അത് വായിക്കുകയാണെങ്കിൽ, അത് മനസ്സിലാക്കാൻ ഒരു ശ്രമം പ്രാർത്ഥനയോടെ നടത്തുകയാണെങ്കിൽ, ഈ കാലഘട്ടത്തിൽ നമ്മുടെ ചർച്ചകളിലും നമ്മളും അനുഭവിക്കുന്നതിലൊക്കെ വളരെ വ്യത്യസ്തമായി, വളരെ ഡീപ്പായി അവർ ദൈവത്തെ രുചിച്ചറിഞ്ഞു എന്നുള്ളതിൽ നമുക്ക് കാണുവാൻ കഴിയുമെന്ന്. അങ്ങനെ ആ ഒരു കാര്യമാണ് വളരെ വ്യക്തമായി നമുക്ക് ഗ്രഹിപ്പാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ അപ്പോസ്തല പ്രവൃത്തിയിൽ കാണുന്നത് കൊണ്ട് ബൈബിൾ സ്കോളേഴ്സൊക്കെ ആക്ട്സ് ഓഫ് ദി അപ്പോസ്റ്റോൾസ് എന്നുള്ളതിന് ആക്ട്സ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് എന്ന് വരെ അവർ വിളിക്കുന്നുണ്ട്. സ്തോത്രം. അപ്പം ഈ ഒരു പ്രത്യേക കാര്യം കർത്താവ് പറയുന്നത് ഇന്നലെ ഞാൻ സൂചിപ്പിച്ചു. തിരുവെഴുത്തിൻ പ്രകാരം കർത്താവ് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞിട്ട് സ്വർഗ്ഗാരോഹണം ചെയ്യുന്നതിന് മുമ്പ് 40 days he was with the disciples. ആ സമയത്ത് അവരെ പിന്നെയും ഓർമ്മപ്പെടുത്തുകയാണ്. അതാണ് ആ ഒരു പ്രയോഗം കാണുന്നത്, എന്നോട് കേട്ട. നേരത്തെ തന്നെ എക്സ്റ്റെൻസീവായി ഹോളി സ്പിരിറ്റിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് ഏറ്റവും അവസാനത്തിൽ പിന്നെയും ഒന്നുകൂടെ കർത്താവ് ഓർപ്പിക്കുകയാണ്. അപ്പോൾ ഇത്രയധികം എംഫസിസ് കർത്താവ് പരിശുദ്ധാത്മാവിന് കൊടുത്തിരിക്കുന്നു എന്ന് നമ്മൾക്ക് കാണുവാൻ കഴിയും. അങ്ങനെയാണെങ്കിൽ അത് വളരെ പ്രധാനപ്പെട്ടൊരു സബ്ജക്റ്റാണ്. പരിശുദ്ധാത്മാവിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം, പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം, പരിശുദ്ധാത്മാവുമായിട്ടുള്ള കൂട്ടായ്മ ആചരിക്കണം. ഇത് ന്യൂ ടെസ്റ്റമെൻറ്റ് ചർച്ചിന് ഒഴിച്ചുകൂടാൻ കഴിയാത്ത ഒരു പ്രധാനപ്പെട്ട ഉപദേശ സത്യമാണ്. സ്തോത്രം. എന്തുകൊണ്ടോ നമ്മൾ ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ വേണ്ട നിലയിൽ പഠിക്കാനോ ഒന്ന് സമർപ്പിക്കപ്പെടുന്നില്ല, അല്ലെങ്കിൽ ആ നിലയിൽ നമ്മളൊന്ന് ഏൽപ്പിക്കപ്പെടുന്നില്ല എന്നുള്ളത് ഒരു സത്യമാണ്. നമുക്കൊന്നിനും സമയമില്ല, അത് വേറൊരു കാര്യം. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. പഠിക്കുക മാത്രമല്ല, പ്രാപിക്കുകയൂടെ ചെയ്യണം.
സ്തോത്രം. നമുക്ക് പ്രാപിക്കാൻ വേണ്ടിയാണ് ഈ പ്രോമിസ് തന്നിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ചിന്തിക്കണം. അപ്പം ആക്ട്സ് ഓഫ് ദി അപ്പോസ്റ്റൽസിലാണ് വാസ്തവത്തിൽ നമുക്ക് ഇതെല്ലാം കാണുവാനായിട്ട് കഴിയുന്ന ഹൗ ദി ഹോളി സ്പിരിറ്റ് മൂവ്ഡ് ഇൻ ദ ചർച്ച്. അത് നമ്മളും പ്രതീക്ഷിക്കണം. നമ്മുടെ ചർച്ചിൽ അങ്ങനെ നടക്കണം, നമ്മളിൽ ഓരോരുത്തരിലും അങ്ങനെ നടക്കണം. അല്ലെ പിന്നെ നമ്മൾ പറയേണ്ടി വരും അതൊക്കെ അന്നൊക്കെ അങ്ങനെ ആയിരുന്നു, ഇപ്പം അങ്ങനെയല്ല. അത് പിന്നെ വേറൊരു ഉപദേശ പെശകിലേക്ക് നമ്മൾ പോവുകയാണ്. ഇപ്പം ഈ ഹോളി സ്പിരിറ്റിനെ കുറിച്ചുള്ള പഠനത്തിൽ ഞാൻ മനസ്സിലാക്കിയത് ഈ ഓരോ എക്സ്ട്രീംസ് അങ്ങ് ആളുകൾ പിടിക്കും. ചിലർ അങ്ങനെയൊന്നുമില്ല, നമ്മൾ രക്ഷിക്കപ്പെടും, ആത്മാവുണ്ട്, ഓക്കെ ദാറ്റ്സ് ഓക്കെ എന്നുള്ളത്. അപ്പോഴത്തേക്ക് അതിൻ്റെ അപ്പുറത്തെ ഒരു എക്സ്ട്രീം എന്താ, അങ്ങനല്ല, ഇങ്ങനെയാണെന്ന് പറഞ്ഞ് എക്സ്റ്റസികൾ, മാനിഫെസ്റ്റേഷൻസ്, അതിൽ ഭയങ്കര തൃപ്തി ഉള്ള ആളുകളുണ്ട്. പക്ഷെ ഇവിടെയെല്ലാം നമുക്ക് മിസ്സാകുന്നത് ദ പേഴ്സൺ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. സ്തോത്രം. മാത്രമല്ല ഈ ചില മാനിഫെസ്റ്റേഷൻ ആണെന്നും പറഞ്ഞ ആളുകളൊക്കെ ചില കാര്യങ്ങൾ ചെയ്യുന്നതും പ്രവർത്തിക്കുന്നതൊക്കെ കാണുമ്പോൾ നമ്മൾ വേറൊരു എക്സ്ട്രീമിൽ പോകും. ഇതൊന്നും ഇല്ല. ഇതെല്ലാം അപകടമാണ്. We need to have a fellowship with the person. അതിലാണ് നമ്മൾ ഒന്ന് കേന്ദ്രീകരിക്കേണ്ടത്. തീർച്ചയായിട്ടും ചിലർ ഈ പരിശുദ്ധാത്മാവിനെക്കുറിച്ചുള്ള ഉപദേശമൊക്കെ പറഞ്ഞ് ചില എക്സ്ട്രീമിൽ പോയത് നിങ്ങൾ കണ്ടു കാണും. ചിലപ്പോൾ നിങ്ങളുടെ ഇടയിലൊക്കെ വന്ന് അങ്ങനെയുള്ള ശുശ്രൂഷകളൊക്കെ ചെയ്യാനൊക്കെ ശ്രമങ്ങൾ നടത്തിക്കാണും. പക്ഷെ അതുകൊണ്ട് അങ്ങനെ ആരൊക്കെയോ എന്തൊക്കെയോ ചെയ്തു, അതുകൊണ്ട് നമ്മൾ അടുത്തൊരു എക്സ്ട്രീമിൽ പോകരുത്. പോയാൽ we are missing a great blessing that the Lord has spoken about. അതാണ് വലിയ വിഷയം. ഇപ്പം എൻ്റെ ആത്മാർത്ഥമായ പ്രാർത്ഥനയും ആഗ്രഹവും ഇതാണ്. ഞാനിവിടെ ശുശ്രൂഷിക്കുന്ന ഈ 3-4 ദിവസങ്ങൾ കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ച് പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്കൊന്ന് ദൈവവചനത്തിലൂടെ ഇങ്ങനെയൊക്കെ എഴുതിയിരിക്കുന്നു എന്നൊന്ന് എടുത്തൊന്ന് കാണിച്ച് ടു ഗെറ്റ് യു ഇൻട്രസ്റ്റഡ് ഇൻ ദ പേഴ്സൺ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ബാക്കി അവരവർ പ്രാർത്ഥിക്കുകയും അവരവർ കർത്താവിൻ്റെ സന്നിധിയിൽ കർത്താവിനെ അനുസരിച്ച് പ്രാപിക്കാനായി ഏൽപ്പിക്കപ്പെടുകയും ചെയ്യണം. ഭൂമിയിൽ ആർക്കും നമ്മൾക്ക് പരിശുദ്ധാത്മാവിനെ തരാൻ ഒക്കത്തില്ലെന്നുള്ളൊരു കാര്യം കൂടെ ഞാൻ ഈ സമയത്ത് എടുത്തു പറയേ, എന്നെ കൊണ്ടൊക്കത്തില്ല. വേദപുസ്തകം പറയുന്നത് കർത്താവാണ് പിതാവിനോട് ചോദിച്ച് പിതാവ് നമ്മുടെ മേൽ പരിശുദ്ധാത്മാവിനെ തരും. അതാണ് അതിൻ്റെ കറക്റ്റ് കാര്യം. അപ്പം നമുക്കും അതുവേണ്ടി പ്രാർത്ഥിക്കണം. എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു എല്ലാ യോഗത്തിലും അല്പസമയം നമ്മളൊരു 10-15 മിനിറ്റ്സെങ്കിലും ജസ്റ്റ് ബി ഇൻ ദ പ്രസൻസ് ഓഫ് ഗോഡ് എന്ന്. പക്ഷെ നമുക്കിവിടെ സമയം വളരെ പരിമിതമാണ്. അപ്പം കർത്താവിൻ്റെ ആത്മാവ് നടത്തുന്നത് പോലെ ആ കാര്യങ്ങൾ ചെയ്യാം. ആ വാക്യത്തിൽ എന്നോട് കേട്ട വിച്ച് യു ഹാവ് ഹേർഡ് മീ സ്പീക്ക്, അതൊക്കെ ഞാൻ ഇന്നലെ പറഞ്ഞതാണ്. റെഫറൻസുകളിലൂടെ പെട്ടെന്ന് ഞാൻ പറയാം. നമ്മൾ പ്രൈമറി ആയിട്ട് യോഹന്നാൻ്റെ ഗോസ്പലിലാണ് കർത്താവ് അവസാനം പഠിപ്പിച്ച കുറേ ടീച്ചിങ്സിൽ നിൽക്കുന്നത്. അതിൻ്റെ അർത്ഥം മറ്റെങ്ങും പറഞ്ഞിട്ടില്ലെന്നല്ല. മത്തായി 10-19-20 വാക്യത്തിൽ കർത്താവ് പരിശുദ്ധാത്മാവിനെക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. ലൂക്കോസ് 11-13, ലൂക്കോസ് 24-49 ഇവിടെയെല്ലാം ഹോളി സ്പിരിറ്റിനെ കുറിച്ച് നേരത്തെ തന്നെ ശിഷ്യന്മാരോട് പറഞ്ഞിട്ടുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് ധാരാളം കാര്യങ്ങളുണ്ട്. നമ്മൾ കേന്ദ്രീകരിക്കുന്നത് 14-ാം അധ്യായം മുതലുള്ള ഏറ്റവും ലാസ്റ്റ് ടീച്ചിങ്സിലാണ്. 13-ാം അധ്യായത്തിൻ്റെ 31 മുതൽ 17-ാം അധ്യായത്തിൻ്റെ 26-ാം വാക്യം വരെ ജീസസിൻ്റെ ഫൈനൽ 2 ഡിസ്കോഴ്സുകളാണ് എഴുതിയിരിക്കുന്നത്. 13-ന്റെ 31 മുതൽ 14-ന്റെ അവസാനത്തെ വാക്യം വരെയാണ് ഫസ്റ്റ് ഡിസ്കോഴ്സ്. 15-16 അധ്യായം സെക്കൻഡ് ഡിസ്കോഴ്സ്. ആ 15-16 അധ്യായം ഒരു പക്ഷെങ്കിൽ
ഗെത്സമന തോട്ടത്തിലേക്ക് പോകുന്ന വഴിക്ക് കർത്താവ് പറഞ്ഞതായിരിക്കാം. 17-ാം അധ്യായമാണ് ഈ പ്രൈവറ്റായിട്ട് കർത്താവ് ടൈം സ്പെൻഡ് ചെയ്യുന്നതിൻ്റെ ക്ലൈമാക്സ്, മഹാപുരോഹിത പ്രാർത്ഥന. 18-ൽ കർത്താവിനെ അറസ്റ്റ് ചെയ്യുന്നു, 19-ൽ ക്രൂശിക്കുന്നു. അങ്ങനെയാണ് ജോൺ ഈ അധ്യായങ്ങളെ അടുക്കിയിരിക്കുന്നത്. അപ്പോൾ ഏറ്റവും അവസാനം 14-ാം അധ്യായത്തിൽ 16-17 വാക്യമാണ് ആ ലാസ്റ്റ് ഡിസ്കോഴ്സിൽ അപ്പർ റൂമിലിരിക്കുന്ന സമയത്ത് കർത്താവ് പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുന്നത്. എന്നാൽ അവിടെ മാത്രമല്ല, 26-ാം വാക്യത്തിലുണ്ട് 14-ന്റെ 26, 15-ന്റെ 26, 16-ന്റെ 7, 20-ന്റെ 22. ഞാൻ അങ്ങനെ പറയുന്നത് ഇതൊരു ഉപവാസ പ്രാർത്ഥനയാണ്. അപ്പോൾ തന്നെ ഒരു ടീച്ചിങ് സെഷനൂടെ ആയതുകൊണ്ട് വചനങ്ങൾ മുൻപിൽ വെച്ചിട്ട് ആ നിലയിൽ പറയാനാണ് താല്പര്യപ്പെടുന്നത്. വചനം നിങ്ങൾക്ക് വേണേൽ നോട്ട് ചെയ്യാൻ കഴിയും, അല്ല നിങ്ങളുടെ ഓർമ്മയിൽ നിൽക്കുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഫൈൻ. ഏതായാലും ഞാൻ നിങ്ങളെ എൻകറേജ് ചെയ്യുന്നു, ജോൺസ് ഗോസ്പൽ 13th ചാപ്റ്റർ മുതൽ 17th വരെ നിങ്ങളൊന്ന് വായിക്കണം. എന്നിട്ട് ഞാൻ ചെയ്യുന്നൊരു രീതിയുണ്ട്. ഞാനിങ്ങനെ പരിശുദ്ധാത്മാവെന്ന് പറയുമ്പോൾ ഞാൻ ഒരു പ്രത്യേക കളറിൽ അത് കളർ ചെയ്യും. അപ്പം ഇമ്മീഡിയറ്റ് ആയിട്ട് എനിക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ ഓക്കെ അത് പരിശുദ്ധാത്മാവിനെ കുറിച്ച്. വേർഡ് ഓഫ് ഗോഡ് അതിന് വേറൊരു കളർ കൊടുക്കും. അതൊരു ടീച്ചിങ് രീതി എന്ന് ഒരു പഠിക്കുന്നൊരു രീതി എന്നേ ഉള്ളൂ. എൻ്റെ ആ രീതി നിങ്ങൾ കോപ്പി ചെയ്യണമെന്നില്ല. ഐ ഫൗണ്ട് ഔട്ട് ഇറ്റ് ഈസ് വെരി ഈസി. അതുകൊണ്ട് ഞാൻ അങ്ങനെയൊരു സിസ്റ്റമാണ് ചെയ്യുന്നത്. ഞാൻ നിങ്ങളോട് സംസാരിച്ച, അപ്പോൾ കർത്താവ് ഓൾറെഡി പരിശുദ്ധാത്മാവിനെക്കുറിച്ച് ധാരാളം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പരിശുദ്ധാത്മാവ് വരുമ്പോൾ ആക്ട്സ് 1:8 പറയുന്നത്, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദിയയിൽ എല്ലായിടത്തും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ. അപ്പോൾ പരിശുദ്ധാത്മാവാം ദൈവം, വാക്തത്വമാം പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ വി റിസീവ് പവർ. അതെൻ്റെ ഇന്നത്തെ പ്രധാന വിഷയം അല്ലെങ്കിലും ഒരു സൂചന. നമുക്ക് മനസ്സിലായത് പരിശുദ്ധാത്മാവ് വരുമ്പോൾ അന്യഭാഷ കിട്ടുമെന്നാണ്. അതുകൊണ്ട് നമ്മളിൽ പലർക്കും അന്യഭാഷയുണ്ട്, പക്ഷേ പവറില്ല. ജീസസ് പറഞ്ഞിരിക്കുന്നത് യു വിൽ ഗെറ്റ് പവർ. ലൂക്കോസിൻ്റെ സുവിശേഷം 24:49 അതേ കാര്യം, ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം. അപ്പം ഞാൻ അങ്ങനെ പറഞ്ഞതുകൊണ്ട് അദ്ദേഹം അന്യഭാഷയ്ക്കെതിരെയാണ് എന്ന് നിങ്ങൾ വ്യാഖ്യാനിക്കരുത്. ശരിയാണ്, പരിശുദ്ധാത്മാവ് വരുമ്പോൾ ശക്തി ഉള്ളിൽ ലഭിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ നിറവ് വന്ന് എന്നുള്ളതിൻ്റെ പ്രത്യക്ഷ അടയാളമാണ് അന്യഭാഷാ ഭാഷണം. നമ്മൾ അടയാളത്തിൻ്റെ പുറകെ പോയി. അത് തന്നെ വളരെ, ഞാൻ പറയുന്നതിൽ എന്നോട് ക്ഷമിക്കണം, ജെനുവിനായി അന്യഭാഷ പറയുന്നവരുണ്ട്, കൃത്രിമമായി പറയുന്നവരുണ്ട്. കേൾക്കുമ്പോൾ അറിയാം. അതിപ്പോൾ എന്ത് ചെയ്യും? അങ്ങനാക്കി കാര്യങ്ങളെല്ലാം. കാരണം അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ നമ്മൾ ഒരു സെക്കൻഡറി സിറ്റിസൺ പോലെ, നമ്മൾ തഴയപ്പെടുമോ ഒഴിവാക്കപ്പെടുമോ, അതുകൊണ്ട് ആളുകളുടെ കൂടെ ഐഡൻറ്റിഫൈ ചെയ്യാനായി അങ്ങനെ നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്നു ചിലർ. നമ്മൾ അങ്ങനെ അങ്ങ് പറയുന്നു, ആ നിലയിലാകുന്നു. എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരോട് ഞാൻ പറയാം, ജെനുവിൻ അനുഭവം ഉണ്ടല്ലോ. ഡോണ്ട് ഡ്യൂപ്ലിക്കേറ്റ് കാര്യത്തിൽ എന്ത് കിട്ടാനാ? ഒന്നും കിട്ടത്തില്ല. ഇപ്പം ചിലർ പറയുന്നു, ഓക്കെ ഞാൻ 2 വർഷമായി 3 വർഷമായി 5 വർഷമായി ബ്രദറെ ഒരു അനുഭവം എനിക്കുണ്ടായില്ല. ഓക്കെ, നിങ്ങൾ എന്നാലും ഒരു ഹിപ്പോക്രറ്റ് അല്ലല്ലോ. അനുഭവം ഉണ്ടായില്ല, കാത്തിരിക്കുക, കർത്താവ് നിങ്ങൾക്ക് തരും. നമ്മുടെ ഭാഗത്തുനിന്ന് നമ്മുടെ ജീവിതത്തെ ക്രമീകരിച്ച് കാത്തിരിക്കുക എന്നുള്ളതേ ഉള്ളൂ. കാത്തിരിക്കുക എന്ന് പറഞ്ഞാൽ ദൈവസ്ഥലിൽ ആഗ്രഹിക്കുക, അതിനായി പ്രാർത്ഥിക്കുക. തരേണ്ടത് കർത്താവാണ്. സോ ഇഫ് യു ഹാവ് നോട്ട് റിസീവ്ഡ്, ഐ ഹാവ് നോട്ട് റിസീവ്ഡ്, സോ വാട്ട് അബൌട്ട് ഇറ്റ്? അതുകൊണ്ട് റിസീവ് ചെയ്യാതെ റിസീവ് ചെയ്തു എന്നുള്ള ഒരു രീതിയിൽ നമ്മൾ അഭിനയിക്കാൻ തുടങ്ങിയാൽ നമ്മളെ തന്നെയാണ് ആ ഡിസപ്ഷനിലാക്കുന്നത്. നമുക്കൊരു ബെനിഫിറ്റും അതുകൊണ്ടില്ല. ആൻഡ് ഉള്ളിൽ പവറും ഇല്ല. പരിശുദ്ധാത്മാവ് നമ്മുടെ ആത്മാവിലാണ് വരുന്നത്. അകത്തെ മനുഷ്യൻ്റെ ബലമാണ് നമുക്ക് ആവശ്യം. പ്രൈസ് ദി ലോർഡ്. അകത്തെ മനുഷ്യന് ബലം. ഞാൻ കുറച്ചുകൂടെ കഴിയുമ്പോൾ നിങ്ങളെ ഒന്ന് കാണിക്കാൻ താല്പര്യമുണ്ട്.
പഴയ നിയമത്തിൽ ഇല്ലാതിരുന്ന ശ്രേഷ്ഠമേറിയ അനുഭവമാണ് പുതിയ നിയമത്തിൽ. ദ ഹോളി സ്പിരിറ്റ് ഈസ് മൂവിങ് ഇൻ ടു ദ പീപ്പിൾ. പഴയ നിയമത്തിൽ ദ സ്പിരിറ്റ് കെയിം ഓൺ ദ പീപ്പിൾ. അവർക്ക് മിറക്കിൾസ് ഒക്കെ അവർ ചെയ്തിരുന്നു. പക്ഷേ ബിക്കോസ് ദ ഹോളി സ്പിരിറ്റ് വാസ് നോട്ട് ഇൻസൈഡ് ദം, പലരും പാപത്തിൽ ഡിഫീറ്റഡ് ആയിപ്പോയി. അപ്പോൾ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി പുതിയ ഉടമ്പടിയുടെ ശ്രേഷ്ഠതയാണ് ആത്മാവ് നമ്മുടെ ഉള്ളിൽ വരികയാണ്. അകത്ത് നിന്ന് അനുസരിക്കാനും പാപത്തെ തോൽപ്പിക്കാനുള്ള ദൈവകൃപ അകത്ത് വരിക. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഞാൻ വളരെ സ്നേഹത്തോടെ നിങ്ങളോട് പറയാം, ഒരു ഡ്യൂപ്ലിക്കേറ്റ് കാര്യത്തിന് പോവരുത്. ഇല്ലേ ഇല്ല. നമുക്ക് പിന്നെയും കർത്താവിനോട് പറയാം, കർത്താവേ ഞാൻ പ്രാർത്ഥിക്കുന്നു, എനിക്ക് ദയവായി തരണം, അങ്ങയുടെ വാഗ്ദത്തമാണല്ലോ, എനിക്ക് തരണം. കർത്താവ് തരും. പ്രൈസ് ദി ലോർഡ്. എൻ്റെ ഒരു ചിന്ത, നമ്മൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ കർത്താവിന് ആഗ്രഹമുണ്ട് നമുക്ക് തരാൻ. സ്തോത്രം. കാരണം ക്രിസ്തീയ ജീവിതം ജയകരമായി ജീവിക്കണമെങ്കിൽ ഇംപോസിബിൾ വിത്തൗട്ട് ദ പവർ ഓഫ് ഗോഡ് ഇൻസൈഡ്. ഇംപോസിബിളാണ്. കർത്താവിൻ്റെ ടീച്ചിങ്സ് എല്ലാം നമ്മൾ അനുസരിക്കാൻ മാനുഷികമായിട്ട് ആർക്കെങ്കിലും അത് സാധിക്കുമോ എന്ന് ഞാൻ സംശയിക്കുക. അതുകൊണ്ട് ക്രിസ്തുവിൻ്റെ ആത്മാവ് നമ്മുടെ അകത്ത് വരികയാണ്. അനുസരിക്കാനുള്ള ശക്തി, പാപത്തെ തോൽപ്പിക്കാൻ, പാപത്തോട് എതിർത്ത് നിൽപ്പാൻ, പ്രലോഭനങ്ങളോട് എതിർത്ത് നിൽപ്പാൻ, ജയകരമായ ക്രിസ്തീയ ജീവിതത്തിന് നമ്മളെ പരിശുദ്ധാത്മാവ് സഹായിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ ആ കാര്യം ഒന്ന് മെഡിറ്റേറ്റ് ചെയ്യണം. ഡോണ്ട് ബി സാറ്റിസ്ഫൈഡ് ഈവൻ വിത്ത് എക്സ്റ്റസീസ് ആൻഡ് മാനിഫെസ്റ്റേഷൻസ്. ഇപ്പം എല്ലാവരും ഒന്ന് കൈയടിച്ച് എല്ലാവരും ചിലർക്ക് അത് മതി, ഇന്ന് അങ്ങനെ ഉണ്ടായിരുന്നു, നല്ലത്. ഞാൻ അതിനപ്പുറത്താണ് ഈ പറയുന്നത്. എന്ന് പറഞ്ഞാൽ വി വാണ്ട് ദ പേഴ്സൺ. അതൊരു കൈയടി കൊണ്ടോ, ഒന്ന് നൃത്തം ചെയ്തത് കൊണ്ടോ, ഒന്ന് കരഞ്ഞത് കൊണ്ടോ, ഇതെല്ലാം ഇപ്പം ആത്മപ്രവൃത്തി ഉണ്ടാകുമ്പോൾ കൈയടിക്കും. ദാറ്റ്സ് നോർമൽ. അത് ഓരോരുത്തർക്ക് ദൈവം തന്ന കൃപയ്ക്കനുസരിച്ചാണ് പ്രതികരിക്കുന്നത്. ചില ആളുകൾ വളരെ സൈലൻ്റായിട്ട് നിൽക്കും. അപ്പോൾ അവരെ പോയി ബ്രദർ സൈലൻ്റായിട്ടാണോ, കൈയടി ബ്രദറെ, കൈയടി ബ്രദർ. സൈലൻ്റായിട്ട് നിന്ന് ആത്മാവിനെ പാനം ചെയ്യുക, ആത്മാവിൻ്റെ കൂടെ സംസാരിക്കാന്ന്. പ്രൈസ് ദി ലോർഡ്. ഓരോരുത്തരുടെ പേഴ്സണാലിറ്റി ഓരോ നിലയിലാണ്, അവർ ഓരോ നിലയിലാണ് പ്രതികരിക്കുന്നത്. അതിനേക്കാൾ എല്ലാം പ്രധാനപ്പെട്ട വിഷയം നമ്മൾ വിടരുത്. വി വാണ്ട് ദ ഹോളി സ്പിരിറ്റ്. ഇപ്പം ഇങ്ങനെയൊക്കെ വരുന്നതുകൊണ്ടാണ് ഈവൻ ശുശ്രൂഷകർ തന്നെ മൈക്കൊക്കെ നമ്മളെടുത്ത് നമ്മൾ ഈ ചാട്ടി പറഞ്ഞ് പെട്ടെന്ന് ധൃതി പറഞ്ഞ് എന്നൊക്കെ പറഞ്ഞ് എന്തിനാ? കയ്യടിയിലാണ് ത്രില്ലിരിക്കുന്നത്. കൈ അടുപ്പിക്കും നമ്മളെ കൊണ്ട്. ചില ആളുകൾ ചില പ്രയോഗങ്ങളൊക്കെ നടത്തി മനുഷ്യരെ ഫോഴ്സ്ഫുള്ളായിട്ട് കൈയടിക്കുന്നതെന്ന് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. കാരണം അവർക്ക് ആ ബന്ധനം നിൻ്റെ അകത്തോട്ട് കയറുമെന്നൊക്കെ പറഞ്ഞപ്പോഴും നമ്മൾ ഓക്കെ എന്നാൽ പിന്നെ കൈയടിച്ച് പ്രശ്നമാണ്. കൈയടിക്കാതിരുന്നാൽ ആ ബന്ധനം ഇങ്ങോട്ട് കയറുമോ? വാട്ട് ആർ ദി ടോക്കിംഗ്? പ്രത്യേകിച്ച് സഹോദരിമാരെ പെട്ടെന്ന് മാനിപ്പുലേറ്റ് ചെയ്യാം. അതുകൊണ്ടൊന്നും അതല്ല നമ്മൾ ഈ ക്ലാസ്സുകളിൽ ധ്യാനിക്കുന്നത്. നോ, ദ പേഴ്സൺ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ഹോളി സ്പിരിറ്റ് വരുമ്പോൾ ഓക്കെ, ആളുകൾ കരഞ്ഞിന് കൈയടിച്ചു നൃത്തം ചെയ്തു, അത് നമ്മൾ അതേ ഇന്ന് അങ്ങനെയുള്ള ചിലരാണ് ഇന്ന് ഇങ്ങനെ നടക്കാൻ പോവുകയാണ്. അതല്ല പ്രധാന വിഷയം. വി വാണ്ട് ദ ഹോളി സ്പിരിറ്റ്. മാനിഫെസ്റ്റേഷൻ തലത്തിൽ മാത്രം സാറ്റിസ്ഫൈഡ് ആകരുത്. എനിക്ക് ആത്മാവിനെ അടുത്തറിയണം. ആത്മാവുമായിട്ടുള്ള കൂട്ടായ്മ, പിതാവിൻ്റെ വാഗ്ദത്തം എനിക്ക് പ്രാപിച്ച് എനിക്ക് ദൈവത്തോട് കൂടെ നടക്കണം. സി, ദാറ്റ് ഈസ് ദി ഇമ്പോർട്ടൻറ്റ് തിങ്. മറ്റേത് ഓരോ യോഗത്തിന് വരുമ്പോഴോ ഈവൻ തന്നെ ആയിരിക്കുമ്പോഴോ ആത്മപ്രേരിതമായി നമ്മൾ എന്തെങ്കിലും ഒരു മാനിഫെസ്റ്റേഷൻ നമ്മൾ വരിക, പെട്ടെന്ന് നമ്മൾ തന്നെ ഇരിക്കും, കൈ ഉയർത്തി ഒന്ന് സ്തോത്രം ചെയ്ത് അല്ലെങ്കിൽ ചിലപ്പോൾ ഉറക്കെ അങ്ങ് കരഞ്ഞു പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഓക്കെ, ഞാൻ ഉറക്കെ കരയും, അപ്പം നാളെ ഞാൻ ഉറക്കെ കരയും, മറ്റന്നാൾ പിന്നെ അതൊരു ഉപദേശമായി ഉറക്ക. അങ്ങനെയല്ല. ഇതിനകത്ത് നമ്മൾ മിസ്സാകുന്നത് ദ പേഴ്സൺ. അപ്പോൾ ആ ഒരു വിഷയം എപ്പോഴും നമ്മുടെ മൈൻഡിൽ
ഉണ്ടായിരിക്കണം. ഇനി ഇന്നലെ ഈ യോഹന്നാൻ്റെ സുവിശേഷം കർത്താവ് ഈ പിതാവിൻ്റെ വാഗ്ദത്തം എന്ന വിഷയത്തിൽ നമ്മൾ നിന്നുകൊണ്ട് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു എന്ന കർത്താവിൻ്റെ വാക്കനുസരിച്ച് പലയിടങ്ങളിൽ സുവിശേഷത്തിൽ കർത്താവ് പറഞ്ഞ കാര്യങ്ങളുണ്ടെങ്കിലും നമ്മൾ ഏറ്റവും അവസാനം ക്രൂശ് മരണത്തിന് തൊട്ട് മുൻപ് കർത്താവ് ജോൺസ് ഗോസ്പലിൽ പറഞ്ഞ ചില വാക്യങ്ങളാണ് എടുത്ത് ഒന്ന് ധ്യാനിക്കുന്നത്. അതിൽ ഇന്നലെ പറഞ്ഞ ചിലതുകൂടെ ഒന്ന് തൊട്ടിട്ട് 14-16 മുതൽ 20 വരെയുള്ള വാക്യങ്ങളെങ്കിലും ഒന്ന് ചിന്തിക്കണം. എൻ്റെ ഉള്ളിൽ അങ്ങനെ താല്പര്യമുണ്ട്. സമയം അനുവദിക്കുന്നത് പോലെ കർത്താവ് നമ്മളെ നടത്തട്ടെ. 14-16 നമുക്ക് തുടങ്ങാം. അവിടെയാണ് ഈ ഫൈനൽ ഡിസ്കോഴ്സിൽ ആദ്യമായിട്ട് ഹോളി സ്പിരിറ്റിനെ കുറിച്ച് പറയുന്നത്. എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിൻ്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. അവിടെ നിന്ന് കാര്യസ്ഥൻ, പാരക്ലിറ്റസ് എന്നുള്ള ഒരു പ്രയോഗം, ഗ്രീക്കിലെ ആ പ്രയോഗം എടുത്ത് ഞാൻ ഇന്നലെ ഒന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നു. അർത്ഥവ്യാപ്തിയുള്ള ഒരു പ്രയോഗമാണ്. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം, ഹീസ് ആൻ അഡ്വക്കേറ്റ്, കൗൺസിലർ, കംഫോർട്ടർ, ഹെൽപ്പർ. ശരിക്കും അത് പറഞ്ഞു കഴിഞ്ഞാൽ വൺ ഹു ഈസ് കോൾഡ് അലോങ് സൈഡ് ടു ഹെൽപ്പ്. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ്. ഞാൻ ആത്മാവ് എൻ്റെ കൂടെ നടക്കുമ്പോൾ, എൻ്റെ കൂടെ കൂട്ടായ്മ, ഞാനും പരിശുദ്ധാത്മാവായിട്ട് കൂട്ടായ്മ ആചരിക്കുമ്പോൾ എന്തൊരു വലിയ സ്കോപ്പാണ് ആ റിലേഷൻഷിപ്പിൽ. എന്നെ ആശ്വസിപ്പിക്കുക മാത്രമല്ല, ചിലയിടങ്ങളിൽ എന്നെ സഹായിക്കുന്നു, എൻ്റെ അഡ്വക്കേറ്റായിട്ടിരിക്കുന്നു, എൻ്റെ കൗൺസിലറായിട്ടിരിക്കുന്നു, എനിക്ക് ബലമില്ലാത്ത ഇടങ്ങളിൽ എനിക്ക് ബലം പകരുന്നു. അപ്പം ആ പേഴ്സണുമായിട്ട് എനിക്ക് ബന്ധമില്ലാതെ, പേഴ്സൻ്റെ ശബ്ദം കേൾക്കാതെ, പേഴ്സണുമായിട്ടുള്ള കൂട്ടായ്മയില്ലാതെ കേവലം കുറേ എക്സ്റ്ററ്റിക് അനുഭവങ്ങൾ മാത്രമാണ് എനിക്ക് ഉള്ളതെങ്കിൽ ഞാൻ എത്ര ഭയങ്കര അനുഗ്രഹമാണ് മിസ് ചെയ്യുന്നത്. പ്രൈസ് ദി ലോർഡ്. ഞാൻ പാട്ട് ചൂടായിട്ട് പാടുമ്പോൾ കൈ ആഞ്ഞടിക്കും എന്നത് മാത്രമേ എനിക്കുള്ളെങ്കിൽ ഈ ആത്മപ്രവർത്തനങ്ങൾ അനുഭവിക്കാൻ കഴിയാത്ത ഒരു സ്ഥിതിയായി പോകും. പ്രൈസ് ദി ലോർഡ്. ഓക്കെ, അത് ഞാൻ ഇന്നലെ പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകാം. രണ്ടാമത് അവിടുത്തെ ഒരു പ്രയോഗം, സ്പിരിറ്റ് ഓഫ് ട്രൂത്ത്, ഞാനത് ഇന്നലെ പറഞ്ഞില്ലേ. എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കാം, അവൻ സത്യത്തിൻ്റെ ആത്മാവ്. അത് 16:13 1 യോഹന്നാൻ 5:6 വേണേൽ റെഫറൻസ് ആയിട്ട് എടുത്തു. അതിൻ്റെ അർത്ഥം ദ സ്പിരിറ്റ് ഹു കമ്മ്യൂണിക്കേറ്റ്സ് ട്രൂത്ത്. സത്യത്തിൻ്റെ ആത്മാവ്, സത്യം നമുക്ക് ബോധ്യമായി തരുന്നവനാണ് സത്യത്തിൻ്റെ ആത്മാവ്. പ്രൈസ് ദി ലോർഡ്. മറ്റൊരു കാര്യം ഞാൻ ഇന്നലെ സൂചിപ്പിച്ചത്, മറ്റൊരു കാര്യസ്ഥൻ, മറ്റൊരു അനദർ എന്ന പ്രയോഗം, അനദർ ഓഫ് ദ സെയിം കൈൻഡ് എന്നാണ് അതിൻ്റെ അർത്ഥം. കാരണം അനദർ അല്ലെങ്കിൽ മറ്റൊരു എന്ന വാക്കിന് മൂലഭാഷയിൽ അല്ലോസ് എന്നൊരു പ്രയോഗമാണ്. ജീസസിൻ്റെ സെയിം നേച്ചർ ഉള്ള മറ്റൊരു വ്യക്തിത്വം. ഹി ഈസ് ഗോഡ്. So how many gods are there? നിങ്ങൾ ഈ 16-ാം വാക്യം നോക്കി, ത്രിയേക ദൈവത്തിൻ്റെ ഒരു വെളിപ്പാട് ഈ 16-ാം വാക്യത്തിലുണ്ട്. സെയിം. എന്നാൽ ഞാൻ ആരാ? ജീസസ്. പിതാവിനോട് ചോദിക്കും, പിതാവാം ദൈവം, അവൻ സത്യത്തിൻ്റെ ആത്മാവ്. ജീസസ്, ദ ഫാദർ ആൻഡ് ദ ഹോളി സ്പിരിറ്റ്. ബൈബിൾ വെളിപ്പെടുത്തുന്നത് ഗോഡ് ഈസ് വൺ ഗോഡ്. ആവർത്തനം 6:4 നമുക്കറിയാം. പക്ഷേ ദാറ്റ് വൺ ഗോഡ് manifests himself in 3 persons. അതാണ് ബൈബിളിൽ ദൈവത്തെക്കുറിച്ചുള്ള റെവലേഷൻ. നെയിംലി ദ ഫാദർ, ദ സൺ ആൻഡ് ദ ഹോളി സ്പിരിറ്റ്. ഇനി കേൾക്കണം, ദ ഫാദർ ഈസ് നോട്ട് ദ സൺ, ദ സൺ ഈസ് നോട്ട് ദ ഹോളി സ്പിരിറ്റ്. ചില ചിന്തിക്കുന്നത് ഫാദർ തന്നെയാണ് സണ്ണ്. നോ. 3 distinct persons but one God. അത് വേദപുസ്തകത്തിൽ ദൈവത്തെക്കുറിച്ച് പറഞ്ഞ വെളിപ്പാടാണ്.
അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഒരു വലിയ എൻ്റെ വിഷയം അതല്ലെങ്കിലും ഒരു സൂചന തരാം. ഇങ്ങനെ വരുമ്പോൾ ഈ ട്രിനിറ്റേറിയൻ ഉപദേശത്തിന് എതിരെയുള്ള ഒരു വലിയ വാദം, ഒരു വലിയ ആക്ഷേപം, യു ഗൈസ് ആർ പോളിത്തീസ്. ആളുകൾ പറയുന്നതാണ്, എന്താ നിങ്ങൾ ബഹു ദൈവങ്ങളിൽ വിശ്വസിക്കുന്ന ആളുകളാണ്. പിതാവ് ദൈവം, പുത്രൻ ദൈവം, പരിശുദ്ധാത്മാവ്, 1+1+1 is 3. ബൈബിൾ അങ്ങനെയല്ല പറയുന്നത്. 3 ഗോഡ്സ് അല്ല, 1 ഗോഡ് മാനിഫെസ്റ്റിംഗ് ഇൻ 3 persons. Trinitarians are monotheists. We are not polytheists. ഇതിൻ്റെ കൃത്യ ഉപദേശങ്ങൾ പഠിക്കണം. എനിക്ക് തോന്നുന്നു പാസ്റ്റർ ജോൺ തോമസ് ട്രിനിറ്റിയെക്കുറിച്ചൊക്കെ യൂട്യൂബിൽ കിടപ്പുണ്ട്. ഞാൻ ശ്രദ്ധിക്കാനിടയായി തീർന്നു. ഇവിടുത്തെ എനിക്ക് സാഹചര്യം അറിയത്തില്ല, നാട്ടിലൊക്കെ ഭയങ്കരമായി ഈ വിഷയത്തിനെതിരെ വാദങ്ങളുണ്ട്, പ്രതികൂലങ്ങളുണ്ട്. ക്രിസ്റ്റഡൽഫിയൻസ്, ജഹോവ സാക്ഷികൾ, പിന്നെ മറ്റു മതസ്ഥർ ഒക്കെ ഈ പ്രധാനപ്പെട്ട ഉപദേശ സത്യത്തെ ഖണ്ഡിക്കുന്നുണ്ട്. സ്തോത്രം. പക്ഷെ ഞാൻ മനസ്സിലാക്കിയതെന്നറിയാമോ, മിക്ക പെന്തക്കോസ്ത വിശ്വാസികൾക്കും ദേ ഹാവ് നോ ഐഡിയ, നോ ക്ലൂ അബൌട്ട് ഇറ്റ്. ോ പ്രൈസ് ദി ലോർഡ്. തിരുവല്ല പോലുള്ള ഒരു സ്ഥലത്ത് ക്രിസ്റ്റഡൽഫിയൻസ് എന്ന് പറയുന്ന ഗ്രൂപ്പ് സജീവമാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കൂ? സ്തോത്രം. നിങ്ങളുടെ വീട്ടിൽ അങ്ങനെ ഒരാൾ കടന്നു വന്ന് കുറേ കാര്യങ്ങൾ പറയുകയാണ്, ഇവിടെ സൂക്ഷിച്ചുകൊണ്ട് സംസാരിക്കാൻ കേട്ടോ എന്ന് പറഞ്ഞാൽ കുറേ ചൂടായൊന്നും കാര്യമില്ല. ബൈബിളിൽ നിന്ന് ന്യായമായി കാര്യം പറയാൻ നമുക്ക് അറിവ് വേണം, പഠിക്കണം. ഓക്കെ, എൻ്റെ വിഷയം അല്ലാത്തതുകൊണ്ട് അങ്ങോട്ട് കൂടുതൽ പോകുന്നില്ല. അപ്പോൾ 16-ാമത്തെ ആ വാക്യത്തിൽ, ആ വാക്യം തന്നെ ട്രയൂൺ ഗാഡിനെ വെളിപ്പെടുത്തുന്ന ഒരു വാക്യമാണ്. സ്തോത്രം. അവിടെ നിന്ന് അനദർ കൗൺസിലർ എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചതാണ്. അനദർ എന്ന് പറയുമ്പോൾ തന്നെ വളരെ വ്യക്തമാണ് വേറൊരു പേഴ്സൺ. അതിനകത്ത് വേറൊരർത്ഥമുണ്ട്. ഇംപ്ലിക്കേഷൻ എന്താണെന്നറിയാമോ? ജീസസ് ഈസ് ദ ഫസ്റ്റ് പാരക്ലീറ്റസ് എന്ന്. 1 യോഹന്നാൻ 2:1 മലയാളത്തിൽ ജീസസിനെ കാര്യസ്ഥനെന്ന് തന്നെ വിളിക്കുന്നുണ്ട്. അപ്പം ഇത് കർത്താവ് ഇത് ആരോടാ പറയുന്നത്? 14-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ ഹൃദയം തകർന്നിരിക്കുന്ന, ട്രബിൾഡ് ആയിരിക്കുന്ന ശിഷ്യന്മാരെ ബലപ്പെടുത്താൻ പറയുകയാണ്. ഞാൻ പറഞ്ഞു ഇന്നലെ 14-ാം അധ്യായത്തിൽ ധാരാളം വാഗ്ദത്തങ്ങൾ പറയുന്നുണ്ട്. എല്ലാം ആത്മീക വാഗ്ദത്തങ്ങളാണ്. അതിലെ ഒരു പ്രധാനപ്പെട്ട വാഗ്ദത്തമാണ് ദ ഫാദേഴ്സ് പ്രോമിസ്, ഹോളി സ്പിരിറ്റ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിൻ്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. ഞാൻ വേഗത്തിലൊരു 3-4 കാര്യം പറയാം. ജീസസിൻ്റെ സെയിം നേച്ചറാണ്, ജീസസിനെ പോലെ തന്നെ മറ്റൊരു കാര്യസ്ഥൻ എന്ന ആ ഒരു ആശയത്തിൽ നിന്നുകൊണ്ട് ഒരു കമ്പാരിറ്റീവ് സ്റ്റഡിക്ക് ഞാൻ കുറേ വാക്യങ്ങൾ തരാം. ജീസസ് ആൻഡ് ദ ഹോളി സ്പിരിറ്റ് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്ക്. ഒന്ന്, ജോൺ 1:14, 1:17 കൃപയും സത്യവും നിറഞ്ഞവനായ യേശു, അല്ലേ? നമുക്കറിയാവുന്ന വാക്യമാണ്. ഹോളി സ്പിരിറ്റിനെ കുറിച്ച് ജോൺ 14, 16, 17 എന്താ പറയുന്നത്? സത്യത്തിൻ്റെ ആത്മാവെന്ന. അതുപോലെ തന്നെ ജോൺ 16:13 ഹോളി സ്പിരിറ്റിനെ കുറിച്ച് ആ ഒരു പ്രയോഗം കാണുവാൻ കഴിയും. രണ്ടാമത്, യോഹന്നാൻ 3:17 പുത്രനെ ലോകത്തിലേക്ക് അയക്കുന്നത് പിതാവാം ദൈവമാണ്. ഇതുപോലെ തന്നെ ഈ നമ്മൾ വായിച്ച ഈ 16-ാം വാക്യവും 26-ാം വാക്യവും ശ്രദ്ധിച്ചാൽ ഹോളി സ്പിരിറ്റിനെയും പിതാവാം ദൈവമാണ് അയക്കുന്നത്. ഞാൻ ഈ കൊണ്ടുവരുന്നത് മറ്റൊരു കാര്യസ്ഥൻ. ആ കമ്പാരിസണിൽ ജീസസ് അവിടുത്തെ ദൗത്യം പൂർത്തീകരിച്ച് ക്രൂശ് മരണം വഴിയായി സ്വർഗത്തിലേക്ക് പോകാൻ പോവുകയാണ്. ജീസസിൻ്റെ സ്ഥാനത്ത് സെയിം നേച്ചറുള്ള പരിശുദ്ധാത്മാവാം ദൈവത്തെയാണ് വാഗ്ദത്തം ചെയ്യുന്നത്. അപ്പം നമ്മൾ
പരിശുദ്ധാത്മാവിനെ അറിയാതെ ഇരുന്നാൽ, ആത്മാവിനെ പ്രാപിക്കാതെ ഇരുന്നാൽ, we are missing a lot of blessing. Praise the Lord. മൂന്നാമത് യോഹന്നാൻ 3:2, യോഹന്നാൻ 6:59 ജീസസിൻ്റെ ടീച്ചിങ് മിനിസ്ട്രി. ഈ 3:2 ഞാൻ പറഞ്ഞ റെഫറൻസ് നിക്കോദിമോസ് പോലും വന്ന് പറയുന്നത് നീ ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് വന്ന ഉപദേഷ്ടാവാണ്. ഹോളി സ്പിരിറ്റിൻ്റെ റോൾ എന്താ? 14:26, ഈ ജോൺ 14:26, 16:13 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ റെവലേറ്ററി ടീച്ചിങ് റോളാണ്. നിങ്ങളുടെ ചർച്ചിൽ നല്ലൊരു ഹോളി സ്പിരിറ്റ് മൂവ് ഉള്ള ചർച്ചാണെങ്കിൽ there will be teaching of the word of God. Praise the Lord. നിങ്ങളുടെ ചർച്ചിൽ നല്ല ഹോളി സ്പിരിറ്റിൻ്റെ മൂവ് ഉള്ളതാണെങ്കിൽ 1 തിമോത്തി 4:1 അനുസരിച്ച് there will be always warning from the scriptures. ഉപദേശ പെശകനൊക്കെ എതിരെയുള്ള ടീച്ചിങ്സ് കാണും. See? Praise the Lord. യോഹന്നാൻ 3:2, യോഹന്നാൻ 6:59 കർത്താവിൻ്റെ ടീച്ചിങ്ങിനെ കുറിച്ച് ഞാൻ പറഞ്ഞത്. അത് തന്നെ നമുക്ക് ഹോളി സ്പിരിറ്റിലും കാണുവാൻ കഴിയും. ഇതുപോലെ എഫേസ്യ ലേഖനം 3:16 കർത്താവിനെ പോലെ തന്നെ പരിശുദ്ധാത്മാവ് നമ്മുടെ അകത്തെ മനുഷ്യനെ ബലപ്പെടുത്തുന്നു. ഈ ബലം ഒത്തിരി ചെറുപ്പക്കാരൊക്കെ തെറ്റിദ്ധരിച്ചത് പുറത്താണ് ഈ ബലം. നോ, അകത്തെ മനുഷ്യനാണ് ബലം. ഹോളി സ്പിരിറ്റ് അകത്താണ് വരുന്നത്. അകമെന്ന് ഞാൻ പറയുന്നത് ദ സ്പിരിറ്റ് ഓഫ് മാൻ. മനുഷ്യൻ നിങ്ങൾക്കറിയാം, ആത്മാവ്, ദേഹം. മനുഷ്യൻ്റെ ആത്മാവിലാണ് വരുന്നത്. തീർച്ചയായിട്ടും ആത്മാവിൽ പരിശുദ്ധാത്മാവാം ദൈവം വരുമ്പോൾ സാന്നിധ്യം നമ്മുടെ ആളത്വം മുഴുവനും അനുഭവിക്കും. അതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ എനിക്ക് ഇപ്പോൾ വലിയ വെയിറ്റ് എടുക്കാനുള്ള പവർ അല്ല വരുന്നത്. ഇപ്പോൾ അദ്ദേഹം ആത്മനിർഭരല്ല 500 കിലോ പൊക്കി, അതിനല്ല വരുന്നത്, അകത്താണ്. ഒത്തിരി ആളുകൾക്ക് ഇതൊരു ഭയങ്കര, കാരണം ഷിംഷോൺ ഡിഡ് ദാറ്റ്, സാംസൺ ഡിഡ് ദാറ്റ്, സോ ഐ ആം ഓൾസോ ഗോയിങ് ടു ഡു. അതുകൊണ്ട് ഭയങ്കര കാര്യങ്ങളൊക്കെ ആളുകൾ ചെയ്യാൻ നോക്കുന്നു. ചിലർക്ക് നിൽക്കാനൊക്കുന്നില്ല, ഇരിക്കാനൊക്കുന്നില്ല, ഓടുകയാണ്, പിടിച്ചാൽ നിൽക്കത്തില്ല. അതല്ല കർത്താവ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ദയവായി മനസ്സിലാക്കുക, പാപത്തിനെതിരെ നിൽക്കാനുള്ള അകത്തെ മനുഷ്യൻ്റെ ബലം, ടെംപ്റ്റേഷൻസിനെ അതിജീവിക്കുവാൻ, നിരാശ ഇടുന്ന വിഷയങ്ങൾ വരുമ്പോൾ അതിൻ്റെ നടുവിൽ പവർഫുൾ വിറ്റ്നസ്സായി കർത്താവിന് വേണ്ടി നിൽക്കാൻ, കർത്താവിൻ്റെ സാക്ഷി ആകണം, അതിനുള്ള പവറാണ്. സാക്ഷി പറയുക മാത്രമല്ല, ബി ദ വിറ്റ്നസ്. പ്രൈസ് ദ ലോർഡ്. റോമാലേഖനം 8:26 കർത്താവ് എത്രയോ ഇടങ്ങളിൽ മധ്യസ്ഥത ചെയ്യുന്നതായിട്ട് നമുക്ക് തിരുവെഴുത്തിൽ നിന്നറിയാം. ഇന്നും കർത്താവ് നമുക്ക് വേണ്ടി the Holy Spirit in us intercedes എന്നതാണ് അവിടെ പറയുന്നത്. അപ്പം ഞാൻ ഇത്രയും വേഗം പറഞ്ഞത് കർത്താവും പരിശുദ്ധാത്മാവുമായിട്ടുള്ള ഒരു കമ്പാരിസൺ നിങ്ങളുടെ മുൻപിൽ ഞാൻ വയ്ക്കുകയായിരുന്നു. ഇതെല്ലാം ആ 14-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇനി ഒരു പ്രയോഗം കൂടെ പറഞ്ഞിട്ട് 17-ാം വാക്യത്തിലേക്ക് പ്രവേശിക്കാം. എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിൻ്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ, അത്രയും വരെയാണ് നമ്മൾ ചിന്തിച്ചത്. 2-ാം ഭാഗം, എന്നേക്കും നിങ്ങളോട് കൂടി ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. ഭാവിയെ നോക്കിക്കൊണ്ട് പറയുക, എന്നേക്കും നിങ്ങളോടുകൂടി ഇരിക്കുക. വാട്ട് ഡസ് ദറ്റ് മീൻ? ഞാൻ 3-3.5 വർഷം കഴിഞ്ഞ് നിങ്ങളെ ഇപ്പോൾ വിട്ടിട്ട് പോവുകയാണ്. ആത്മാവ് വന്ന് അങ്ങനെ പോകത്തില്ല. ഹി വിൽ ബി വിത്ത് യു ഫോർ എവർ. What a tremendous promise. ജീസസ് അങ്ങനെ പോയത്, ജീസസിൻ്റെ ദൗത്യം ഭൂമിയിലേത് പൂർത്തീകരിച്ചു. പരിശുദ്ധാത്മാവ് അങ്ങനെ, he is not coming for 1 year or 2 year or 3 year, no, forever. ആ പരിശുദ്ധാത്മാവിനെ നമ്മൾ പ്രാപിച്ചില്ലെങ്കിൽ, പരിശുദ്ധാത്മാവുമായിട്ട് കൂട്ടായ്മ ഇല്ലെങ്കിൽ, we are missing.
പക്ഷേ ഫോർ എവർ എന്ന് അവിടെ പറയുമ്പോൾ ഒരു കാര്യം ഞാൻ കൂട്ടിച്ചേർക്കാം. അങ്ങനെ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള അബൈഡിങ് പ്രസൻസ് ഒരു വിശുദ്ധൻ അനുഭവിക്കണമെങ്കിൽ ദൈവവചനം അനുസരിക്കുന്ന ആളായിരിക്കണം. അത് ആ കാര്യം അതിൽ അന്തർലീനമായി തന്നെ കിടക്കുന്ന, കുറച്ചുകൂടെ താഴെയോട്ട് നമ്മൾ കാര്യങ്ങൾ പറയുമ്പോൾ ഞാനത് ഒന്ന് സൂചിപ്പിക്കാൻ താല്പര്യമുണ്ട് എനിക്ക്. അല്ലാതെ ഞാൻ ഒരിക്കൽ ആത്മാവിനെ പ്രാപിച്ചു അതുകൊണ്ട് ഇനി ഇപ്പം എന്നാന്നേലും ആത്മാവ് കൂടെ ഇരിക്കും എന്ന ആശയമല്ല. യെസ്, ഹി ഹാസ് കം ടു ബി വിത്ത് യു ഫോർ എവർ, പ്രൊവൈഡഡ് യു ആർ എൻ ഒബീഡിയൻറ്റ് ചൈൽഡ് ഓഫ് ഗോഡ്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. 17-ാം വാക്യത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഞാൻ ഇങ്ങനെ ഒരു 20-26 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് ഇങ്ങനെ എക്സ്പോസിഷൻ ചെയ്യണമെന്നാണ് എൻ്റെ ഉള്ളിലിരിക്കുന്നത്. സമയം എത്ര എനിക്ക് അറിയില്ല, നമുക്ക് എത്രമാത്രം സാധിക്കുമെന്നുള്ളത്. 17-ാം വാക്യം, ലോകം അവനെ കാണുകയോ അറിയുകയോ ചെയ്യായികയാൽ അതിന് അവനെ ലഭിക്കുവാൻ കഴിയുകയില്ല. നിങ്ങളോ അവൻ നിങ്ങളോടുകൂടെ വസിക്കുകയും നിങ്ങളിൽ ഇരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് അവനെ. ഇവിടെ 2 കൂട്ടർ, ലോകം, നിങ്ങൾ. അവിടെ തന്നെ ലോകത്തിൻ്റെ വ്യാഖ്യാനമുണ്ട്. നിങ്ങളാരാ? ശിഷ്യന്മാർ. അങ്ങനെയാണെങ്കിൽ ലോകമെന്താ? അവിശ്വാസികൾ. 2 കാറ്റഗറീസ് ഓഫ് പീപ്പിൾ. ഇപ്പം പരിശുദ്ധാത്മാവ് ലോകത്തോടുള്ള ബന്ധത്തിൽ 16-ാം അധ്യായത്തിൽ കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. എങ്ങനെയാണ് പരിശുദ്ധാത്മാവ് ലോകത്തിന് ചില കാര്യങ്ങൾ ബോധ്യം വരുത്തുന്നതെന്നൊക്കെ. എന്നാൽ ഈ ഇൻറ്റിമേറ്റ് അബൈഡിങ് പ്രസൻസ്, അതിനെക്കുറിച്ച് ലോകം അവനെ കാണുകയോ അറിയുകയോ ചെയ്യായികയാൽ അതിനവനെ ലഭിക്കുവാൻ കഴിയുകയില്ല. പിതാവിൻ്റെ ഈ പ്രഷ്യസ് പ്രോമിസ്, കർത്താവിൻ്റെ സ്ഥാനത്ത് എന്നേക്കും കൂടെ ഇരിക്കും എന്നുള്ള ആ വാഗ്ദത്തം രക്ഷിക്കപ്പെടാത്ത ആളുകൾക്ക് അനുഭവിക്കാൻ കഴിയത്തില്ല. രക്ഷിക്കപ്പെട്ട് ദൈവകൃപയിൽ നിൽക്കുന്നവർക്കുള്ള വാഗ്ദത്തമാണത്. എന്തുകൊണ്ടാണ് ലോകം അല്ലെങ്കിൽ അവിശ്വാസിക്ക് കിട്ടാത്തത്? ലിസൺ. നമ്പർ 1, they rejected ജീസസ് ക്രൈസ്റ്റ്. നമ്പർ 2, അവൻ്റെ വചനങ്ങൾ അവർ റിജക്റ്റ് ചെയ്തു. അതുകൊണ്ട് ഹോളി സ്പിരിറ്റിനെ പ്രാപിക്കാനൊക്കത്തില്ല എന്ന് ഞാൻ പറയുമ്പോൾ ക്ലാരിറ്റി കൊണ്ടുവരാം. ഒരു യോഗം, വലിയൊരു യോഗത്തിൽ നമ്മളിങ്ങനെ പ്രസംഗിക്കുന്നു, ചിലപ്പോൾ പാട്ടുപാടി ആരാധിക്കുന്നു. യേശുമായിട്ടൊരു ബന്ധമില്ലാത്ത ആൾ എവിടെയെങ്കിലും വന്നിരിപ്പുണ്ടായിരിക്കും. അവൻ ഹീൽഡായി, ടച്ചായി, പ്രൈസ് ദി ലോർഡ്. ഓ, ആ ക്രിസ്ത്യാനികളുടെ യോഗത്തിന് പോയി, ഭയങ്കര അനുഭവമായിരുന്നു, എൻ്റെ ഒരു അത്ഭുതകരമായി സൗഖ്യം കിട്ടി. അത് സംഭവിക്കാം. ഇവിടെ പറയുന്നത്, കർത്താവ് പറയുന്നത് ടച്ച് അല്ല, എബൈഡിങ് പ്രസൻസ് ആണ്. ഒരു മിറാക്കുലസ് അനുഭവം ഉണ്ടാകാൻ പെന്തിക്കോസിൽ ചേരുവൊന്നും വേണ്ട, ദൈവത്തിൻ്റെ കമ്പാഷനാണ്. മിറക്കിൾ നടന്നതുകൊണ്ട് ആൾ സ്വർഗത്തിൽ പോകത്തുമില്ല. ആൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കർത്തൃത്വത്തിൻ്റെ കീഴിൽ വന്നേ സാധിക്കുകയുള്ളൂ. യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചേ മതിയാകത്തുള്ളൂ. യേശുവിൻ്റെ വചനം അനുസരിച്ചേ മതിയാകത്തുള്ളൂ. കർത്താവുമായിട്ടുള്ള വ്യക്തിപരമായൊരു പേഴ്സണൽ ബന്ധത്തിലേക്ക് വന്നേ മതിയാകത്തുള്ളൂ. അപ്പോൾ ആ അർത്ഥത്തിലല്ല, ഒരു ടച്ച് എന്ന അർത്ഥത്തിലല്ല, അബൈഡിങ് പ്രസൻസ്. നിരന്തരമായി എന്നും എക്സ്പീരിയൻഷ്യലായി പരിശുദ്ധാത്മാവിനെ അനുഭവിച്ച് കൂട്ടായ്മ ആചരിക്കുന്ന ആ വലിയ ബന്ധം അവിശ്വാസിക്ക് നോ, ലോകത്തിന് കിട്ടത്തില്ല. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടാണ് ശിഷ്യന്മാർക്ക്. ശിഷ്യൻ എന്ന വാക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. എൻ്റെ വിഷയം അതല്ലാത്തതുകൊണ്ട് അങ്ങോട്ട് പോകുന്നില്ല. 1-2 സൂചനകൾ. ഹൂ ഈസ് എ ഡിസൈപ്പിൾ? നമ്മളിൽ എത്ര പേര് ഡിസൈപ്പിളുണ്ട്? വാസ്തവത്തിൽ ഇതെല്ലാം ഡിസൈപ്പിൾസുള്ള വാഗ്ദത്തങ്ങളാണ്. ഡിസൈപ്പിളാണ് റിയലി ക്രിസ്ത്യൻ. അതാണ് അപ്പോസ്തല പ്രവൃത്തി 11:25-26 വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് ഗ്രഹിപ്പാൻ കഴിയുന്നത്. ഡിസൈപ്പിൾ എന്ന വാക്കിൻ്റെ അർത്ഥം, മത്തീറ്റസ് എന്ന വാക്കിൻ്റെ അർത്ഥം ലേണർ. കർത്താവായ യേശുക്രിസ്തു പറയുന്നത് മുഴുവനും പഠിച്ച് മനസ്സിലാക്കി ഗ്രഹിച്ച് അത് അപ്പാടെ അനുസരിക്കാൻ സമർപ്പിക്കപ്പെട്ടവനാണ് ശിഷ്യൻ. അവർക്കുള്ള വാഗ്ദത്തമാണ്
continuous abiding presence of the mighty Holy Spirit. Praise the Lord. ഇന്ന് ശിഷ്യന്മാർ കുറഞ്ഞുപോയ കാലമാണ്. We have nominal Christians. ശിഷ്യനെന്ന് പറഞ്ഞാൽ ജീസസ് ആണ് അവൻ്റെ എല്ലാം. ജീസസ് ബൈബിൾ വായിക്കുന്നു, ജീസസ് അങ്ങനെ പറഞ്ഞു, ജീസസ് ഇങ്ങനെയാണ് പ്രവർത്തിച്ചത്, അത് ആപ്പാടെ ജീവിതത്തിൽ കോപ്പി ചെയ്യുന്നവനാണ് ഡിസൈപ്പിൾ. എല്ലാവരും ഡിസൈപ്പിൾ ആകണമെന്നാണ് കർത്താവിൻ്റെ ആഗ്രഹം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അവരോടുള്ളൊരു ദൂതാണ്. നോക്കിയാൽ 17-ന്റെ 2-ാം ഭാഗമാണ്. ലോകം അവനെ അറിയത്തില്ല. യോഹന്നാൻ 1:10 വായിക്കും, നമുക്കറിയാവുന്ന വാക്യമാണല്ലോ. ജീസസ് ലോകത്തിൽ വന്നപ്പോൾ ജീസസിനെ ലോകം സ്വീകരിച്ചോ? ഇല്ല. ജീസസിനെ അറിഞ്ഞില്ല ലോകം. സെയിം തിങ് ആണ് ഹോളി സ്പിരിറ്റ്. The world cannot accept the Holy Spirit. എന്നാൽ 17-ന്റെ 2-ാം ഭാഗത്ത് നിങ്ങളോ അവൻ നിങ്ങളോട് കൂടെ വസിക്കുകയും. ആ വാക്ക് ശ്രദ്ധിച്ചോ? ലോകത്തിന് കിട്ടാത്തൊരു ഭയങ്കര അനുഗ്രഹമാണ്. അവൻ നിങ്ങളോട് കൂടെ വസിക്കുകയും നിങ്ങളിൽ ഇരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് അവനെ അറിയുന്നു എന്ന് പറയുമ്പോൾ നിങ്ങളോട് കൂടെ ഉണ്ടെന്ന്, കൂടെ ഉണ്ടോ? യോഹന്നാൻ 7:39 അവിടെ എന്താ ജോൺ എഴുതിയിരിക്കുന്നത്? അവൻ തേജസ്കരിക്കപ്പെടാഞ്ഞത് കൊണ്ട് ആത്മാവിനെ അന്ന് ലഭിച്ചിട്ടില്ല. പക്ഷെ കർത്താവ് പറയുന്നു the Holy Spirit is with you. ഇത് ദയവായി മനസ്സിലാക്കണം. ഇറ്റ്സ് ലിറ്റിൽ ഡിഫിക്കൽട്ട് ടു അണ്ടർസ്റ്റാൻഡ്. ഞാനതാ ഇങ്ങനെ പറക്കി വെച്ച് മണിക്കൂറുകൾ ഇതിൻ്റെ പുറകെ ഇരുന്നെങ്കിലേ നമുക്കിത് മനസ്സിലാവുള്ളൂ. ജീസസിൻ്റെ ടീച്ചിങ് പഠിക്കാൻ മണിക്കൂറുകളായിട്ട് പിന്തിരിഞ്ഞ് നോക്കൂ. പഴയ നിയമത്തിലൊരു കഥ പറയുന്ന പോലെ അല്ലിത്. ദാവീദ് കല്ലെടുക്കുമ്പോൾ ദൂതാണ്, കറക്കുമ്പോൾ ദൂതാണ്, എയ്യുമ്പോൾ ദൂതാണ്. അതുപോലെ ഇത് വ്യാഖ്യാനിക്കാൻ ഒക്കത്തില്ല. ഐ സ്ട്രഗിൾ. സ്തോത്രം. ഇതുകൊണ്ട് പറ്റിയെന്താണെന്നറിയാമോ? ജീസസിനെ കൊടുക്കുന്ന ചർച്ചകൾ ഇന്ന് കുറവാണ്. ജീസസിൻ്റെ ടീച്ചിങ്സ് മിക്കവർക്കും അറിയില്ല. കാരണം ഇത് പ്രസംഗിക്കുന്നവർ ഉഴപ്പന്മാരാണ്. ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. എല്ലാ സൺഡേയിലും ഐ പ്രീച്ച് ഫ്രം ദ ന്യൂ ടെസ്റ്റമെൻറ്റ്. പഴയ നിയമത്തിൽ നിന്ന് പ്രസംഗിക്കരുതെന്നുള്ള ആശയത്തിലല്ല ഞാൻ പറയുന്നത്. പ്രസൻറ്റിങ് ജീസസ്. ഹല്ലേലൂയ. ഇതിൽ പറ്റിപ്പോയത് ഇതാണ്. നമ്മുടെ ജനത്തിന് ഈ യൗവനക്കാരെല്ലാം നഷ്ടപ്പെട്ടു പോകും. കാരണം അവർക്ക് ജീസസിൻ്റെ ടീച്ചിങ്സോ ജീസസിനെ അറിയത്തില്ല. ജീസസിനെ എങ്ങനെയാണ് ഭക്ഷിക്കുന്നത്? എന്നെ തിന്നുന്നവൻ എന്മൂലം ജീവിക്കും. ഇറ്റ്സ് ബൈ ദ വേർഡ്. പക്ഷേ ജീസസ് നമ്മുടെ ഇടയിൽ ആരും എക്സ്പോസിഷണലായിട്ട് പഠിപ്പിക്കുന്നില്ല. നമുക്കിതൊന്നൊരു വിഷയവുമല്ല. ഇന്ന് സമയമില്ലാത്തത് കൊണ്ട് ഞാൻ ചില വാക്യങ്ങളൊക്കെ പറയാമെന്ന് പറഞ്ഞാൽ 10-15 മിനിറ്റ് ആ മഴ ആടി മിണ്ണിച്ച് എല്ലാം. പിന്നെ നമ്മൾ ഭയങ്കരമായി ഇന്നത്തെ നല്ല പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ എന്തായാലും കിട്ടിയോ? ഒന്നും കിട്ടിയില്ല. ഐ ആം ടെല്ലിങ് യു, ഈ ഹോൾ സിസ്റ്റം മാറണം. നമ്മൾ ഗൗരവമാകണം കാര്യങ്ങൾ. ഞാൻ ഇന്ന് സഹോദരന്മാരോട് രാവിലെ ഉള്ളവരോട് പറഞ്ഞതുപോലെ കർത്താവിൻ്റെ വരവിങ്കൽ ഏറ്റവും ഷോക്ക്ഡ് ആകാൻ പോകുന്ന പെന്തിക്കോസുകാരാണ്. ബിലീവ് മീ. കാരണം നമുക്കെല്ലാം ഒരു ധാരണയുണ്ട് നമ്മളെന്തോ ആണെന്ന്. റിയാലിറ്റി അതല്ല. സ്തോത്രം. ഓക്കെ. ഇപ്പം ജോൺ 7:39 ഭാവിയിൽ ഹോളി സ്പിരിറ്റ് വരുന്നതായിട്ടാണ് അവിടെ എഴുതിയിരിക്കുന്നത്. പക്ഷെ ജീസസ് ഇപ്പം ഇവരോട് പറയുന്നത് എങ്ങനെയാ? നിങ്ങളോ അവൻ നിങ്ങളോട് കൂടെ വസിക്കുകയും
നിങ്ങളിൽ ഇരിക്കുകയും ചെയ്യുന്നത് കൊണ്ടെന്ന് പറയുമ്പോൾ ഹൗ ഈസ് ദാറ്റ് പോസിബിൾ? അതിൻ്റെ ഇംഗ്ലീഷിലുള്ള തർജിമ ഒന്ന് വായിക്കാമോ? ഇംഗ്ലീഷിൽ ആരെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഇംഗ്ലീഷിൽ. someone can read it in English. The world cannot accept him. The world cannot accept him Because it neither sees him nor knows him. But you know him. But you know him. For he lives with you and will be in you. അത് കണ്ടോ? രണ്ട്. You know him because number one, he is with you. Number two, will be in you. ഭാവിയിലാണ് ഇന്നിൽ വരുന്നത്. ഇപ്പോൾ വിത്ത് യു എന്ന് പറയുന്നത് ഹോളി സ്പിരിറ്റ് വാസ് ഇൻ ജീസസ്. ജീസസിലൂടെ ആത്മാവ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ജീസസിൻ്റെ വാക്കുകൾ ആത്മാവും ജീവനുമായിരുന്നു. അത് ഗ്രഹിച്ച് ഉൾക്കൊണ്ട ആളുകൾക്ക് ഹോളി സ്പിരിറ്റിനെ എക്സ്പീരിയൻസ് അവർ ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾ ലോകക്കാരെ പോലെയല്ല. നിങ്ങളുടെ കൂടെ ആത്മാവുണ്ട് എന്ന് പറഞ്ഞാൽ ജീസസിലായിരുന്ന ആത്മാവ്, ജീസസിൻ്റെ ശുശ്രൂഷയും ജീസസിൻ്റെ വാക്കുകളിലൂടെ ശിഷ്യന്മാർക്ക് അടുത്ത് അനുഭവിക്കാൻ കഴിഞ്ഞു. പക്ഷേ അടുത്തതാണ് പറയുന്നത്, ഹി വിൽ ബി ഇൻ യു. അതെന്ന പെന്തക്കോസ്ത് മുതൽ ദ സ്പിരിറ്റ് വിൽ കം ഇൻസൈഡ് യു. പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശു ക്രിസ്തു സ്വർഗ്ഗാരോഹണം ചെയ്തു കഴിഞ്ഞ് ദ സ്പിരിറ്റ് ഈസ് ഗോയിങ് ടു മൂവ് ഇൻ യു. നിങ്ങൾ ലോകക്കാരെ പോലെയല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ അർത്ഥത്തിലാണ് നമ്മൾ ആ 17-ാമത്തെ വാക്യം ഗ്രഹിക്കേണ്ടത്. ഓക്കെ, 17-ാം വാക്യം. 16ഉം 17ഉം നമ്മൾ ഒന്ന് ചിന്തിച്ചല്ലോ. 16 എന്താ? മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോട് കൂടെ ഇരുപ്പാൻ. പിതാവിൻ്റെ വാഗ്ദത്തം പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവിനെ കാര്യസ്ഥൻ എന്ന് വിളിക്കുന്നു. അർത്ഥവ്യാപ്തിയുള്ള ഒരു പ്രയോഗമാണ് നമ്മൾ മനസ്സിലായി. മറ്റൊരു എന്ന് പറഞ്ഞാൽ യേശുവിനെ പോലെ തന്നെ നേച്ചറുള്ള ഒരു വ്യക്തിത്വം. യേശു പിതാവ് ദൈവത്തെ മാനിഫെസ്റ്റ് ചെയ്തു, പിതാവിൻ്റെ നേച്ചർ മാനിഫെസ്റ്റ് ചെയ്തു. പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരുമ്പോൾ കർത്താവിൻ്റെ സ്വഭാവം മാനിഫെസ്റ്റ് ചെയ്യും. 17ലേക്ക് വരുമ്പോൾ പറയുന്നു എന്താ? ലോകം അവനെ കാണുകയോ അറിയുകയോ ചെയ്യായകയാൽ അതിന് അവനെ ലഭിക്കുവാൻ കഴിയുകയില്ല. ഞാൻ ഇന്നലെ പറഞ്ഞു, പരിശുദ്ധാത്മാവിൻ്റെ വ്യക്തിത്വത്തെ സൂചിപ്പിക്കുന്ന പ്രയോഗം. എന്നിട്ട് ലോകക്കാരിൽ നിന്ന് വ്യത്യസ്തമായ ഡിസൈപ്പിൾസിനോട് പറയുകയാണ്, ഹീ ഈസ് വിത്ത് യു എന്ന് പറയുമ്പോൾ ജീസസിൽ ഹോളി സ്പിരിറ്റിൻ്റെ പ്രവർത്തനങ്ങൾ ഗ്രഹിക്കുകയും മനസ്സിലാക്കുകയും ചെയ്ത ആ നിലയിൽ will be in you. ഭാവിയിൽ പെന്തക്കോസ്റ്റിൽ will be in you. ജീസസിൻ്റെ നേച്ചറുള്ള ഹോളി സ്പിരിറ്റ് പെന്തക്കോസ്ത് മുതൽ വിശ്വസിക്കുന്ന ദൈവമക്കളുടെ ഇന്നിലാണെങ്കിൽ സ്വഭാവം മാറില്ലേ? അങ്ങനെയാണ് ജീസസിൻ്റെ സ്വഭാവത്തോട് അനുദിനം അനുരൂപമാക്കുന്നത്. അകത്തുള്ള ആത്മാവ് സ്ക്രിപ്ചേഴ്സിലൂടെ ജീസസിൻ്റെ സ്വഭാവം കാണിച്ചു തരിക മാത്രമല്ല, അതുപോലെ നടക്കാനുള്ള ആന്തരിക പവറും എനിക്ക് തരുന്നു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. വി നീഡ് ദ ഹോളി സ്പിരിറ്റ്. അല്ലാതെ നമുക്ക് ഉപദേശങ്ങളെല്ലാം കേൾക്കാം, ഇത് പറയാം, അകത്തു നിന്ന് ജീവിക്കാനുള്ള പവർ കിട്ടത്തില്ല. We need God's Spirit. We need the Spirit of Jesus Christ. We need the Spirit of truth to come and abide in us forever. ഞായറാഴ്ച മാത്രമല്ല കേട്ടോ, forever. Praise the Lord. Hallelujah. എൻ്റെ ഹൃദയത്തിൽ പ്രേരണ ഉള്ളതുകൊണ്ട് 18-ാം വാക്യത്തിലേക്കാണ് പോകേണ്ടത്. ഒന്ന് ഡൈവേർട്ട് ചെയ്ത് വരിക. അപ്പോസ്തല പ്രവൃത്തി 6-ാം അധ്യായത്തിൽ. അപ്പം നിങ്ങളൊരു കാര്യം മനസ്സിലായോ? ഇത് പിതാവിൻ്റെ വാഗ്ദത്തം ആർക്കുള്ളതാ? ഡിസൈപ്പിൾസിനുള്ളതാ. സഭയിൽ ഡിസൈപ്പിൾസാണ് ഉണ്ടാകേണ്ടത്. ഇപ്പം അധികവും ഇല്ലെന്നുള്ളതാണ് പ്രശ്നം. 6-ാം അധ്യായത്തിൽ അപ്പോസ്തല പ്രവൃത്തികളിൽ ഞാൻ ആ വാക്ക് ഒന്ന് ബ്രാക്കറ്റിലിട്ട് ഉപയോഗിക്കുക. കമ്മിറ്റി തെരഞ്ഞെടുപ്പാണ്. കമ്മിറ്റി എന്ന വാക്ക് ഇപ്പം ഞാൻ ശുശ്രൂഷിക്കുന്ന ചർച്ചിൽ നിന്ന് നിരോധിക്കുക.
അവരോട് പറഞ്ഞത് ഉപയോഗിക്കില്ല, കാരണം അതിൻ്റെ പിൻപിൽ ചെറിയ പോരാട്ടമുണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഈ സമുദായ പശ്ചാത്തലത്തിൽ നിന്നൊക്കെ വരുമ്പോഴേ അവിടെ ഒത്തിരി കളി കളിച്ചിട്ടുണ്ട്. ശാനപ്പെട്ടതൊക്കെ ആണെങ്കിലും ഇവിടെ ഇക്കമ്പറ്റിയിൽ നിന്ന് കേൾക്കുമ്പോൾ എന്താ എന്നാൽ ഇന്ന് രണ്ട് ചോദിക്കണം. അപ്പോൾ അതിനകത്തൊരു ചെറിയ പോരുണ്ട്. അപ്പം ഞാൻ അവിടെ സഹോദരന്മാരോട് പറഞ്ഞു നമുക്ക് ആ വാക്ക് ഉപയോഗിക്കേണ്ട, ശുശ്രൂഷകരെന്ന് വിളി എന്ത് മാന്യമാണ്. അപ്പം നമുക്ക് മനസ്സിലാകാൻ, ഇവിടെ മനസ്സിലാകാനാണ് ഞാനിപ്പോൾ ആ വാക്ക് ഉപയോഗിച്ചത്. ആത്മനിറവുള്ള സഭയിൽ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായി. ആദ്യ നൂറ്റാണ്ടിലെ ചർച്ച് അറ്റ് ജെറുസലേമിൽ പ്രോബ്ലം ഉണ്ടായി. പ്രശ്നം ഇതാണ്, രണ്ട് പാർട്ടിയാകാനുള്ള സകല വകുപ്പുകളുണ്ടായി. അത് ഒത്തിരി വിശദീകരിക്കേണ്ടതാണ്, ഞാൻ പെട്ടെന്ന് പറയാം. ആദ്യത്തെ സഭയിലെ പ്രധാന അംഗങ്ങളെല്ലാം എബ്രായ യഹൂദന്മാരായിരുന്നു. പക്ഷെ സഭ എക്സ്പാൻഡ് ചെയ്തപ്പോൾ യവനായ യഹൂദന്മാരും ചർച്ചിൽ അംഗത്വം അവർക്കുണ്ടായി. യവനായ യഹൂദന്മാരുടെ കയ്യിലാണ് കാശുള്ളത്. പക്ഷേ എബ്രായ യഹൂദന്മാരാണ് ലീഡർഷിപ്പിലുള്ളത്. മനസ്സിലായോ? മനസ്സിലാകാൻ ശ്രമിക്കുക. ഇവരുടെ കാശെടുത്ത് എന്തിന് ഉപയോഗിക്കണം, എന്താ കാര്യം ചെയ്യേണ്ടതെന്ന് ലീഡർഷിപ്പാണ് തീരുമാനിക്കുന്നത്. അങ്ങനെ വിധവമാരെ ശുശ്രൂഷിക്കുന്ന പ്രൊജക്റ്റിൽ ഇവരുടെ കാശ് കൊണ്ടല്ലേ കാര്യങ്ങളൊക്കെ, പല കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ലീഡേഴ്സ് മനഃപൂർവ്വം ചെയ്തതല്ല. എല്ലാ കാര്യങ്ങളും ശുശ്രൂഷകൾ ഡെലിഗേറ്റ് ചെയ്യാതെ ഇതുകൂടെ അവരെ ഗേറ് ചെയ്തു. അങ്ങനെ ചെയ്ത് യവനായ യഹൂദന്മാർ ശ്രദ്ധിച്ചപ്പോൾ അവരുടെ വിധവമാരെ അവഗണിക്കുന്നു എന്നവർക്ക് തോന്നി. അപ്പോൾ ഒറ്റയടിക്ക് പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ല, ഇതിങ്ങനെ മനസ്സിരിക്കും. അങ്ങനല്ലേ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്? ഇരുന്ന് ഒരു ദിവസം എന്തു ചെയ്യും? പൊട്ടും. അങ്ങനെ എല്ലായിടത്തും ഉള്ളതാണ്. കാരണം നമ്മുടെ അകത്തുള്ള നമ്മുടെ ഒരു ഇച്ചിരി സൈഡുള്ള ചാക്കോച്ചാനോട് അച്ഛാ ഇങ്ങനെയൊക്കെ ഒരു സംഗതി ഉണ്ടല്ലോ, അല്ലെ ഞാൻ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പം ചാക്കോച്ചാനും ഓർക്കുകടാ തോമസ് കുട്ടി ഏതായാലും നമ്മുടെ ചിന്താഗതിക്കാരൻ തന്നെയാണല്ലോ. അപ്പോൾ രണ്ടുപേരായി. അപ്പോൾ അതിൻ്റെ കൂടെ അടുത്ത ആളിനെ കിട്ടി അങ്ങനായിതേ. അപ്പോൾ ഒരു ദിവസം സംഗതി പ്രശ്നമായി. നേതൃത്വം ഇതറിഞ്ഞു, അപ്പോസ്തലന്മാർ ഇതറിഞ്ഞു. അവരുടെ കൃപ നിങ്ങൾ മനസ്സിലാക്കണം. അവർ ആ വിഷയത്തോട് ഉടക്കിയില്ല. അവർ മനസ്സിലായി ദിസ് ഇസ് ജെനുവിൻ. അവർ മനഃപൂർവ്വം അവഗണിച്ചതല്ല. ശുശ്രൂഷകളെല്ലാം കൂടെ ഹാൻഡിൽ ചെയ്യുമ്പോഴേ അങ്ങനെ ആയിപ്പോയതാണ്. അതുകൊണ്ട് അവർ പറയുന്നൊരു വാക്കാണ് 6-ാം അധ്യായത്തിൽ നിങ്ങൾ വരുമ്പോൾ അവരതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിച്ചു. നോക്കിയേ 6-ാം അധ്യായത്തിൽ അതിൻ്റെ 4-ാം വാക്യം, അതിൻ്റെ 3-ാം വാക്യം. ആകയാൽ സഹോദരന്മാരെ, ആത്മാവും ജ്ഞാനവും നിറഞ്ഞ നല്ല സാക്ഷ്യമുള്ള 7 പുരുഷന്മാരെ നിങ്ങളിൽ തന്നെ തിരഞ്ഞുകൊള്ളുവീൻ, അവരെ ഈ വേലയ്ക്ക് ആക്കാം. ഞങ്ങളോ പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും ഉറ്റിരിക്കും എന്ന് പറഞ്ഞു. 5-ാം വാക്യം കൂടെ ഒന്ന് നോക്കി. ഈ വാക്ക് കൂട്ടത്തിനൊക്കെയും ബോധ്യമായി. വിശ്വാസവും പരിശുദ്ധാത്മാവ് നിറഞ്ഞ പുരുഷന്മാരായ കുറേ ആളുകളുടെ ലിസ്റ്റ്, 7 പേരുടെ ലിസ്റ്റ് പറയുന്നു. അപ്പം ഞാനിവിടെ എനിക്ക് എൻ്റെ ഉള്ളിൽ പ്രേരണ വന്നത്, ഇന്ന് നമ്മൾ കമ്മിറ്റി എന്ന് വിളിക്കുന്ന അല്ലെങ്കിൽ ഡീക്കൺസായി ശുശ്രൂഷകരായി ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്ന ആളുകൾ, they were spirit filled. What is the biblical qualification to administer in the church? ആത്മനിറവില്ലാത്ത ഒരെണ്ണം കമ്മിറ്റി എന്ന് പറഞ്ഞ് he is not qualified. See, ലോകക്കാരിൽ നിന്ന് വ്യത്യസ്തമായ ഡിസൈപ്പിളിൽ ഹോളി സ്പിരിറ്റ് അവൻ്റെ ഉള്ളിൽ വന്ന് അവനിൽ അബൈഡ് ചെയ്യുകയാണെങ്കിൽ ക്രിസ്തുവിൻ്റെ നേച്ചറുമായിരിക്കും. ആത്മാവിനാൽ നടത്തപ്പെടുന്നവൻ ദൈവനാമ മഹിമയ്ക്ക് വേണ്ടിയുള്ള തീരുമാനം എടുക്കും. ഈ അല്ലാത്ത പുള്ളികൾ വരുമ്പോഴാണ് there is always clash and fight and so many things.
ചർച്ചും വ്യക്തിപരമായും ചർച്ചും എല്ലാം ന്യൂ ടെസ്റ്റമെന്റിൽ കൺട്രോൾഡ് ബൈ ദ ഹോളി സ്പിരിറ്റ്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രണ്ടാം വരവിനായി നമ്മെ, സഭയെ ഒരുക്കുന്നത് ഹോളി സ്പിരിറ്റാണ്. പ്രൈസ് ദി ലോർഡ്. ഈ 40 ദിവസം ഉപവാസത്തിലും ഈ വചന ശുശ്രൂഷകളിലും ഇറ്റ്സ് ദ ഹോളി സ്പിരിറ്റ് നമ്മുടെ അന്തരാത്മാവിൽ നമ്മെ ഒരുക്കേണ്ടത്. ആത്മപ്രവൃത്തിക്കാണ് നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കേണ്ടത്. ഇപ്പം ഈ ഒരൊറ്റ വിഷയത്തിൽ തന്നെ ഞാൻ പറഞ്ഞത്, ചർച്ചിലെ ഡീക്കൺസ് ഇന്നത്തെ എത്ര ചർച്ചുകളുണ്ട് ഈ മാനദണ്ഡം അനുസരിച്ച് ഓപ്പറേറ്റ് ചെയ്യുന്നവർ? അവിടെ തന്നെ വി ആർ ഗ്രീവിങ് ദ ഹോളി സ്പിരിറ്റ്. ഇതാണ് ബൈബിളിലെ മാനദണ്ഡം. ഹല്ലേലൂയ. എൻ്റെ ഉള്ളിൽ പിന്നെയും ചിന്തകൾ വരിക കേട്ടോ. അപ്പോസ്തലപ്രവൃത്തി 20 നോക്കിക്കേ. അപ്പോസ്തലപ്രവൃത്തികൾ 20-ാം അധ്യായത്തിൻ്റെ 28-ാം വാക്യം അത് വായിക്കുന്നതിന് മുമ്പ് പറയാം. അപ്പോസ്തലനായ പൗലോസ് താൻ സ്ഥാപിച്ച എഫെസോ സഭയിലെ മൂപ്പന്മാർ, പാസ്റ്റേഴ്സിനെ വിളിച്ചൊരു കോൺഫറൻസ് നടത്തി. അവിടെ പറയുന്ന ഒരു പ്രയോഗമാണ്, നിങ്ങളെ തന്നെയും താൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ സഭയെ മേയ്ക്കുവാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ അധ്യക്ഷരാക്കി വെച്ച ആട്ടിൻകൂട്ടത്തെ മുഴുവനെയും സൂക്ഷിച്ചുകൊള്ളുവിൻ. ഉപദേശിമാരെ ആരാ അപ്പോയിൻ്റ് ചെയ്യേണ്ടത്? ഇപ്പം നമുക്ക് ശബ്ദമില്ലാത്ത എന്താ? ഞാൻ ഇന്നലെ ഒരു വാക്ക് സൂചിപ്പിച്ചു, ഇതിനെല്ലാം ടോട്ടൽ വ്യത്യാസം നമ്മുടെ സംവിധാനത്തിന് വരണം. എന്നിട്ട് നമ്മൾ കൈയടിച്ച് കുറേ ശബ്ദകോലാഹലമുണ്ടായാൽ യു തിങ്ക് ദ ഹോളി സ്പിരിറ്റ് ഇസ് മൂവിങ്? കംപ്ലീറ്റ് കാര്യങ്ങൾ തന്നെ ദൈവവചന വിരുദ്ധമായിട്ടാണ് കാര്യങ്ങൾ പലയിടത്തും നടക്കുന്നത്. ഞാൻ പറഞ്ഞു, ശുശ്രൂഷകരുടെ ക്വാളിഫിക്കേഷൻ എന്താ? ഹോളി സ്പിരിറ്റ് ഫിൽഡ് ആയിരിക്കണം. അതിലെ ഒരു ആളാണ് ഈ സ്റ്റീഫൻ എന്ന് പറയുന്ന ആൾ. മൈറ്റി വണ്ടേഴ്സും മിറക്കിൾസും അദ്ദേഹത്തിനെ കുറിച്ചൊക്കെ 6-ാം അധ്യായത്തിലും 7-ാം അധ്യായത്തിലും ഒക്കെ എഴുതിയിട്ടുണ്ട്. ഹി ബിക്കേം എ മാർട്ടിയർ. ഹി വാസ് ദ ഫസ്റ്റ് മാർട്ടിയർ ഓഫ് ദ ചർച്ച്. ഇനി പ്രധാന ശുശ്രൂഷകനെ അപ്പോയിൻ്റ് ചെയ്യുന്ന ആരാ? ശുശു അല്ല. ആര്? പരിശുദ്ധാത്മാവ്. ഞാൻ ഇതൊക്കെ ഒത്തിരി എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതാണ്. എൻ്റെ ഉള്ളിൽ വരുന്ന പ്രേരണ അനുസരിച്ച് ഞാനങ്ങ് പറയുക. നമ്മൾ ജോൺ 14:16-17 നിൽക്കുന്നത്. അല്ലാതെ നമ്മൾ 4 പാനൽ കൊടുത്ത് ഞങ്ങൾ ഇന്ന ആളിനെ തിരഞ്ഞെടുത്തിരിക്കുന്നു. ഹു ആർ യു ടു ഡിസൈഡ്? നിങ്ങളാണോ പരിശുദ്ധാത്മാവ്? ഇറ്റ്സ് ഗോഡ്സ് ചർച്ച്, ഗോഡ് ഡിസൈഡ്സ്. പ്രൈസ് ദ ലോർഡ്. ഇത് ഒരാൾ ഇവിടെ വന്ന് പറയില്ല. കാരണം വന്നു ചില്ലറ മേടിച്ചുകൊണ്ട് നമ്മൾ പോവാന്നുള്ളതാ. ഐ നെവർ ഡു ദാറ്റ്. എവിടെ ചെന്നാലും കാര്യങ്ങൾ പച്ചയ്ക്ക് പറയും. സ്തോത്രം. പൊതുവേ നിങ്ങൾ നോക്ക്, ഇത് ഏത് പ്രസ്ഥാനം വായിക്കുക, AG മാത്രമല്ല, AG IPC ഇങ്ങനെയുള്ള ഇതല്ല, എല്ലായിടത്തും വാട്ട് ഈസ് ഹാപ്പനിങ്. ഈവൻ ഇവിടുത്തെ കാര്യം ഇവിടെ നാട്ടിലെ ചിന്തിക്കുക, എന്താണ് നടക്കുന്നത് മുഴുവൻ. ട്രാൻസ്ഫർ ആകുമ്പോൾ എല്ലാവരും കണ്ടവരെല്ലാം കാണേണ്ടതുപോലെ കണ്ട്. യു തിങ്ക് ദ ഹോളി സ്പിരിറ്റ് ഇസ് ഡൂയിങ് ഓൾ ദിസ്? എന്നിട്ട് നമ്മളെല്ലാം കൂടെ കൈയടിച്ചിട്ട് കൈ ഇങ്ങനെ വീശിയാലൊന്നും ഉണർവുണ്ടാകത്തില്ല. ഇത് കംപ്ലീറ്റ് തെറ്റിക്കിടക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. മാനസാന്തരപ്പെടാൻ താല്പര്യമുണ്ടെങ്കിൽ മാനസാന്തരപ്പെട്ട് മടങ്ങി വാ ബെന്തിക്കോസുകാരെ. You repent of your sin for grieving the Spirit. ഇതിന് മുഴുവനും ആക്കമിട്ടുണ്ടല്ലോ. തമ്പുരാൻ ചോദിക്കുമെന്നുള്ളതിന് സംശയമില്ല. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് നമ്മളാണ് ഡിസൈഡ് ചെയ്യുന്നത്. ഞങ്ങൾ എഴുതി വെച്ചിരിക്കുകയാണ് 3 വർഷമേ ഉള്ളൂ. നിങ്ങൾ എഴുതി വെച്ചു? ഓ, നിങ്ങളുടെ ആ സഭയല്ലേ? ഓ, എവിടെ എന്താ നമ്മൾ ചെയ്യുന്നത്? സ്തോത്രം.
ഇപ്പം നിങ്ങൾ ചെറുക്കാനെ തോന്നില്ല, ഇവനിട്ട് 2 കൊടുക്കണം. നിങ്ങൾക്കൊന്നും ചെയ്യാനൊക്കത്തില്ല, കാരണം ഞാൻ പറയുന്ന പുസ്തകമാണ്. ഞാൻ വേദപുസ്തകത്തിലെ കാര്യമല്ല, എൻ്റെ അഭിപ്രായമൊന്നും പറഞ്ഞില്ല, വേദപുസ്തകത്തിലെ കാര്യമാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. We need to change. സ്തോത്രം. ഇതുകൊണ്ടാണ് ദൈവപ്രവൃത്തി പലയിടത്ത് വരാത്തത്. എന്തുകൊണ്ടാണ് കാരണം ചർച്ച് നമ്മളാണ് നയിക്കുന്നത്. ചർച്ച് ഹോളി സ്പിരിറ്റാണ് നയിക്കേണ്ടത്. ഈവൻ ഒരു ശുശ്രൂഷയിൽ തന്നെ, ഒരു സൺഡേ വർഷിപ്പ്, ഇറ്റ്സ് ദ സ്പിരിറ്റ് ഹു കൺട്രോൾസ്. നമ്മൾ കൺട്രോൾ എടുക്കുമ്പോൾ ഇറ്റ്സ് ഗോൺ. ആത്മാവാണ് നമ്മളെ നയിക്കേണ്ടത്. ഇൻഡിവിജ്വലായി ഹോളി സ്പിരിറ്റാണ് നയിക്കേണ്ടത്. ദ ഹോളി സ്പിരിറ്റ് ഡിസൈപ്പിളിൻ്റെ ഉള്ളിലുണ്ട്. നേരത്തെ അവർക്ക് അനുഭവമുണ്ട്. ജീസസിൻ്റെ കൂടെ ഹോളി സ്പിരിറ്റ് അവർ അനുഭവിച്ചു. പെന്തക്കോസ്ത് മുതലോ ഗോഡ് ബൈ ഹിസ് സ്പിരിറ്റ് ഹാസ് മൂവ്ഡ് ഇൻ ടു ദ പീപ്പിൾ എന്ന് പറഞ്ഞാൽ, ഇന്നലെ ഞാൻ ഉപയോഗിച്ച ഒരു വാക്കൂടെ പറയാം. ഇന്ന് ദൈവത്തിൻ്റെ വീട് മനുഷ്യരാണ്. സമാഗമന കൂടാരമല്ല ഇന്ന് ഈ ആലയത്തിലല്ല, മനുഷ്യൻ കൈപ്പണിയായതിലല്ല ദൈവം സ്ഥിരമായി താമസിക്കുന്നത്. പിന്നെ എവിടെയാണ്? Your body is the temple of the Holy Spirit. God has moved in. എക്കാലത്തെയും ദൈവത്തിൻ്റെ ആത്യന്തികമായ ആഗ്രഹം, He wanted to move in. Praise the Lord. Hallelujah. സ്തോത്രം. ഓക്കെ, നമ്മുടെ സമയം ഒത്തിരി കഴിയുന്നു. നമ്മുടെ വിഷയത്തിലേക്ക് വരാം. ഇതിനിടയ്ക്ക് എനിക്കൊരു പ്രേരണ ഉണ്ടായാണ്. ഞാൻ ആക്ട്സ് 6 ആക്ട്സ് 20 2 കാര്യങ്ങൾ പറഞ്ഞത്. ചിലപ്പോൾ നിങ്ങളിപ്പോൾ എന്നെ ഇവിടെ കേൾക്കുന്നുണ്ട്. നിങ്ങളുടെ ചിലപ്പോൾ ചർച്ചുകളിലൊക്കെ ഈ പറയുന്നത് പോലെ ആയിരിക്കാം. ആണെങ്കിൽ പ്രൈസ് ഗോഡ് ഫോർ യുവർ ചർച്ച് ആൻഡ് യുവർ ലീഡർഷിപ്പ്. സ്തോത്രം. പക്ഷേ കർത്താവ് എന്നെ ഇത് മനസ്സിലാക്കിയ അന്ന് മുതൽ ഐ എം വെരി കെയർഫുൾ. സ്തോത്രം. പല ഏരിയകൾ നമ്മൾ ഇതുപോലെ നോക്കിയാൽ ആത്മാവിൻ്റെ കൺട്രോളിൽ നിന്ന് അറിയാതെയായിരിക്കാം, അല്ലാതെ എല്ലാവരും ബോധപൂർവമൊന്നും ആകണമെന്നില്ല, അറിയാതെ നമ്മൾ മാറിപ്പോയിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ വൈഡായിട്ടൊന്ന് ചിന്തിച്ച് നോക്കി, ഡിനോമിനേഷണൽ സെറ്റപ്പിൽ ഹൗ ഫാർ വി ക്യാൻ ഒബേ ദ ഹോളി സ്പിരിറ്റ്. സ്തോത്രം. നമ്മളിങ്ങനെ ഒരു പരുവത്തിലായി. ഹല്ലേലൂയ. സ്തോത്രം. ഞാൻ ഹൗ ഫാർ വി ക്യാൻ ഒബേ ദ ഹോളി സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ ഇൻ റിലേഷൻ ടു അപ്പോയിൻമെൻറ്റ് ഓഫ് പാസ്റ്റേഴ്സ്, പിന്നെ നമ്മുടെ ഡീക്കൺസ് എന്നിത്യാദി കാര്യങ്ങളിലും പ്രധാനപ്പെട്ട നേതൃത്വങ്ങളിലെല്ലാം യു തിങ്ക് ഇറ്റ്സ് ഓൾ ദ ഹോളി സ്പിരിറ്റ് ഈസ് മൂവിങ്. എന്തോ ആയിപ്പോയി നമ്മൾ. ഇനി ഇതാരുടെയും പറഞ്ഞാൽ അവർക്ക് ഇഷ്ടമല്ല. ദിസ് ഈസ് ദ ട്രൂത്ത് ഓഫ് ഗോഡ്സ് വേർഡ്. ഓക്കെ, John 14, 18th verse. John 14, 18th verse. ഒന്ന് വായിക്കാമോ? ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. അനാഥൻ, ഓർഫൻ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ? അപ്പനും അമ്മയില്ല, ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഇല്ലാത്ത ആളുകളെ വിളിക്കുന്ന ഒരു പ്രയോഗമാണ്. ആരോടാണ് യേശു പറയുന്നത്? ഹൃദയം ട്രബിൾഡായവർ. എന്തുകൊണ്ട്? ജീസസ് ഇപ്പോൾ പോവുകയാണ്. അതുകൊണ്ട് ഹൃദയത്തിൽ ദുഃഖമുള്ള ശിഷ്യന്മാരോട് പറയാ, ഞാൻ അങ്ങനെ നിങ്ങളെ വിടത്തില്ല, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും. ഐ ആം കമ്മിങ് ടു യു. അപ്പോൾ ഇതിനകത്ത് പല വാദങ്ങളുണ്ട്. അങ്ങനെ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം യേശു മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് അവരുടെ അടുക്കൽ വരുമെന്നാണ്. ആയിരിക്കാം. പക്ഷെ അവിടെ എനിക്കൊരു തിരിച്ചു ചോദ്യമുണ്ട്. സ്വർഗാരോഹണം ചെയ്യുമ്പോൾ പിന്നെ അനാഥരായല്ലോ. അപ്പോൾ വേറൊരു കൂട്ടർ പറയുന്നു, നോ ഇറ്റ്സ് ടോക്കിംഗ് അബൌട്ട് എ സെക്കൻഡ് കമ്മിങ്. വരും, ഇനി ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും. അപ്പോൾ പിന്നെ എനിക്ക് വാദമുണ്ട്, അങ്ങനെയാണെങ്കിൽ അന്ന് വരെ അനാഥരാണല്ലോ. അപ്പോൾ വാട്ട്സ് ദ മീനിങ് ഓഫ് ദാറ്റ്? ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും. ഹോളി സ്പിരിറ്റിലൂടെ, അല്ലെങ്കിൽ ആത്മാവ് നിങ്ങളുടെ അകത്ത് വരുമ്പോൾ
The Spirit brings my presence to you. എന്ന് പറഞ്ഞാൽ ശിഷ്യന്മാരോട് പറയുന്ന നമ്മുടെ സെപ്പറേഷൻ താൽക്കാലികമാണ്. ഞാനിപ്പോൾ കുറെ മണിക്കൂറുകൾ കഴിഞ്ഞ് മരിച്ചടക്കപ്പെടും. കുറച്ച് നേരത്തേക്കേ ഉള്ളൂ. സ്വർഗാരോഹണം ചെയ്തു, ഉയർത്തെഴുന്നേറ്റു, സ്വർഗാരോഹണം ചെയ്തു. അത് കഴിഞ്ഞിട്ട് യു ആർ നോട്ട് അലോൺ. ഐ വിൽ കം ടു യു വെൻ ദ സ്പിരിറ്റ് വിൽ കം. അപ്പം നമുക്ക് ജീസസിനെ എക്സ്പീരിയൻഷ്യലായി അനുഭവിക്കണമെങ്കിൽ വി നീഡ് ദ പേഴ്സൺ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. അല്ലെങ്കിൽ യു ആർ എൻ ഓർഫൻ സ്പിരിച്വലി സ്പീക്കിംഗ്. മിക്ക വിശ്വാസികളും ദേ ആർ ലൈക്ക് ഓർഫൻസ്. എന്താ? ദേ ഹാവ് നോ കമ്മ്യൂണിയൻ വിത്ത് ദ ലോർഡ്. ഡെയിലി ബേസിസിൽ ഇവിടുന്ന് ഇറങ്ങിപ്പോകുമ്പോൾ ഈ കൂട്ടായ്മ ഇതെല്ലാം മാറി. എല്ലാ ആളുകളൊക്കെ അവരവരുടെ വീട്ടിൽ പോയി. കാറിലിരിക്കുമ്പോഴോ നടന്നു പോകുമ്പോഴോ സ്പിരിറ്റ് ഇസ് വിത്ത് യു. എന്തൊരു ട്രെമെൻഡസ് പ്രോമിസ് ആണ്. അപ്പൊ സ്പിരിറ്റ് ഇല്ലെങ്കിലോ എന്തൊരു ഡ്രൈ ആണ് ക്രിസ്ത്യൻ ലൈഫ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല എന്നൊക്കെയുള്ള വാക്ക് കണ്ടോ? നെവർ. ഒരിക്കൽ പോലും നിന്നെ അനാഥരായി വിടുകയില്ല. ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും. ഉറപ്പായി പറയുകയാണ്. 19-ാം വാക്യം. കുറഞ്ഞു എന്ന് കഴിഞ്ഞാൽ ലോകം എന്നെ കാണുകയില്ല. ശ്രദ്ധിച്ചോ? അത് കുറഞ്ഞു എന്ന് കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ കുറച്ച് മണിക്കൂർ കഴിഞ്ഞാൽ ഞാൻ ക്രൂശിക്കപ്പെടും. കുറഞ്ഞു എന്ന് കഴിഞ്ഞാൽ ലോകം എന്നെ കാണുകയില്ല. മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റാലും ലോകത്തിനല്ല ദർശനം. കർത്താവിൻ്റെ ഹാഫ് ബ്രദേഴ്സിന് ചിലർക്ക് വെളിപ്പെട്ടു എന്നുള്ളത് സത്യമാണ്. മറ്റ് ലോകക്കാർക്ക് നോ. നിങ്ങളോ എന്നെ കാണും. ഞാൻ ജീവിക്കുന്നത് കൊണ്ട് നിങ്ങളും ജീവിക്കും. നിങ്ങൾ എന്നെ കാണുമെന്ന് പറഞ്ഞാൽ റിസറക്ഷൻ അപ്പിയറൻസ് മാത്രമല്ല, ഇറ്റ്സ് ത്രൂ ദ സ്പിരിറ്റ്. ഞാൻ ജീവിക്കുന്നത് കൊണ്ട് നിങ്ങളും ജീവിക്കും. ആത്മാവിലൊരു പുതിയ ജീവിതം നിങ്ങൾക്കുണ്ടാകും. ഞാൻ ജീവിക്കുന്നുണ്ട്. മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്ത് സ്പിരിറ്റിനെ നിങ്ങൾ അയക്കുമ്പോൾ ബൈ ദ സ്പിരിറ്റ് യു വിൽ ഹാവ് എ ന്യൂ ലൈഫ്, എ സ്പിരിറ്റ് ഫിൽ ലൈഫ്. എന്തൊരു ട്രെമെൻഡസ് ആയിട്ടുള്ള വാഗ്ദത്തങ്ങളാണ്. എന്നിട്ട് 20-ാം വാക്യത്തിൽ 2 കാര്യം. ഞാൻ എൻ്റെ പിതാവിലും നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലും എന്ന് നിങ്ങൾ അന്നറിയും എന്ന് ആത്മാവ് നിങ്ങളുടെ അകത്ത് വരുമ്പോൾ നിങ്ങൾക്ക് 2 കാര്യം ബോധ്യമാകും. ഒന്നാമത്തേത് ഞാൻ എൻ്റെ പിതാവിലാണെന്ന്. 14-ാം അധ്യായത്തിൽ പറഞ്ഞു, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടു. ഇതൊന്നും മനസ്സിലാകുന്ന പോലുമില്ല. ആത്മാവ് വരുമ്പോൾ യു വിൽ അണ്ടർസ്റ്റാൻഡ്. അതുമാത്രമല്ല, രണ്ടാമത് നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങൾ. ക്രൈസ്റ്റ് ഇൻ യു എന്നുള്ള ആ ഭയങ്കര കൺസെപ്റ്റ് പോൾ വിശദീകരിക്കുന്നതിനൊക്കെ മുൻപ് ജീസസ് പറയുകയാണ്, ക്രൈസ്റ്റ് ഇൻ മീ, ഐ ഇൻ ക്രൈസ്റ്റ്. എങ്ങനെ? ബൈ ദ ഹോളി സ്പിരിറ്റ് ജീസസ് കംസ് ഇൻ ടു മീ. അപ്പം ഇതെല്ലാം ഈ ഇന്നൊക്കെ ഉപയോഗിക്കുക. നമ്മളത് അക്ഷരികമായിട്ട് അതുകൊണ്ട് അകത്ത് എങ്ങനെ കയറി, അതല്ല, റിലേഷണലായിട്ടാണ് മനസ്സിലാക്കേണ്ടത്. അതിൻ്റെ അർത്ഥം ഇൻറ്റിമേറ്റ് ബന്ധം. ഇൻറ്റിമേറ്റ് ബന്ധം എപ്പോഴ്? when the Holy Spirit comes. നമ്മൾ എന്താ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? the Father's promise. ഈ വാക്തത്വം പരിശുദ്ധാത്മാവിനെ അനുഭവിക്കണം, പ്രാപിക്കണം, അതിനേൽപ്പിച്ചു കൊടുക്കണം. എത്ര ബിസി ആണെങ്കിലും ജോലി വേണേൽ റിസൈൻ ചെയ്യും. ഐ എം ടെല്ലിങ് യു, ദിസ് ഇസ് ഫാർ മോർ ബെറ്റർ. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ഹോളി സ്പിരിറ്റ് ഇസ് ഗോഡ്. എവിടെ എഴുതിയിരിക്കുന്നു? അപ്പോസ്തല പ്രവൃത്തി 5:3-4 വാക്യം. അനന്യാസിന് സഫീറയോട് എന്താണ് പീറ്റർ പറഞ്ഞത്? വായിച്ച്, പെട്ടെന്ന് വായിച്ച്. അപ്പോൾ പത്രോസ് അനന്യാസേ, പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിപ്പാനും നിലത്തിന്റെ വിലയിൽ കുറെ എടുത്തു വയ്പാനും സാത്താൻ നിന്റെ ഹൃദയം കൈവശമാക്കിയത്. പരിശുദ്ധാത്മാവിനോട് വ്യാജം ചെയ്തു. താഴെ അടുത്ത വാക്യം. അത് വിൽക്കും മുമ്പേ നിന്റേതായിരുന്നില്ലയോ? വിറ്റശേഷം
ഈ കാര്യത്തിന് നീ മനസ്സ് വെച്ചത് എന്ത്? മനുഷ്യരോടല്ല, നീ ദൈവത്തോടാണ്, വ്യാജം കാണിച്ചത്. ഹോളി സ്പിരിറ്റിനോടാണ് നീ വ്യാജം ചെയ്തത്. ഇവിടെ എഴുതിയിരിക്കുന്നത് ദൈവത്തോടാണ്. ഹോളി സ്പിരിറ്റ് ഈസ് ഗോഡ്. പ്രൈസ് ദ ലോർഡ്. പിതാവിൻ്റെ വാഗ്ദത്തം എത്ര വിലപ്പെട്ടതാണ്. ഈ വാഗ്ദത്തം നമ്മളത് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്താൽ ഹി വിൽ ഗിവ് യു. The Holy Spirit will come to reside, abide in you forever. You will be changed totally. ചിലരിങ്ങനെ മാനിഫെസ്റ്റേഷൻ മാത്രമായിട്ട് പോകുന്നു. ആത്മാവ് വന്നാലും ഇല്ലെങ്കിലും അവർക്ക് കുറേ അനുഭൂതികൾ മതി. കർത്താവ് എന്തെങ്കിലും അനുഭൂതി പറഞ്ഞോ, ഇങ്ങനെ വരുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ കൈ ഉയർത്തി നിന്നിരിക്കും, ചാടി. ഇതൊന്നും അല്ല വിഷയം. ദ പേഴ്സൺ ഇസ് ദ ഇമ്പോർട്ടൻറ്റ് തിങ്. അത് ഓരോരുത്തർക്ക് ലഭിച്ച കൃപ പോലെ. ഇപ്പോൾ ഇവിടെ ഒരാൾ കൈപൊക്കി ഒന്ന് ഷൗട്ട് ചെയ്തതെന്ന് എനിക്കൊരു വിഷയമില്ല, അത് നിങ്ങളുടെ അനുഭവം. വേറൊരാൾ ചുമ്മാ ഇങ്ങനെ ഇരുന്നു, അതും എനിക്ക് വിഷയമില്ല. ദൈവവചനമനുസരിച്ച് ഐ നീഡ് ദ സ്പിരിറ്റ് ഓഫ് ഗോഡ്. എന്താ അഡ്വാൻറ്റേജ് കണ്ടോ പറഞ്ഞിരിക്കുന്നത്? 16-ാം വാക്യം മുതൽ നമ്മളിപ്പം 20-ാം വാക്യം വരെയാണ് വന്നിരിക്കുന്നത്. 16 മുതൽ 20 വരെ. എനിക്കുണ്ടായിരുന്ന 26 വരെ, അതുകൂടെ നമുക്ക് ഒന്ന് നോക്കാം. വേറെ 21 മുതലുള്ള വാക്യങ്ങൾ ഒത്തിരി പറയാനുണ്ടായിരുന്നെങ്കിലും 26 പെട്ടെന്ന് വായിച്ചേ. നിങ്ങൾക്ക് ടേം കേൾക്കണം. സകലതും തരികയും ഒക്കെയും, അതും സകലതും ഒക്കെയും. അപ്പൊ ഉപദേശിക്കുകയും ഓർമ്മപ്പെടുത്തുകയും ചെയ്യും. ആര്? ഹോളി സ്പിരിറ്റ്. അവർക്ക് അന്ന് പല കാര്യങ്ങൾ മനസ്സിലായില്ല. when the spirit came, അവരെ കർത്താവ് പറഞ്ഞൊക്കെ ഓർമ്മപ്പെടുത്തി. and the spirit taught them many things. അങ്ങനെയല്ല ഈ തിരുവെഴുത്ത് എഴുതിയത്. ഇനി നമ്മുടെ കേസിൽ എങ്ങനെ തിരുവെഴുത്ത് എഴുതുമെന്നാണോ? അല്ല, എഴുതിയത് മനസ്സിലാക്കി തരും. സ്തോത്രം. ഇപ്പം ചിലരൊക്കെ പറയുന്നുണ്ട്, ഇപ്പം എന്നാ ഇത്ര അധ്യായം പോരാ, അടുത്ത അധ്യായമൊക്കെ എന്നൊക്കെ പറയുന്നുണ്ട്. ഡോണ്ട് ഗോ ആഫ്റ്റർ ഓൾ ദാറ്റ്. ആത്മാവ് നമ്മൾ വന്നിരിക്കുന്നത് ഈ എഴുതപ്പെട്ട നമുക്ക് ബോധ്യമാകുകയും റിമൈൻഡ് ചെയ്യും. എൻ്റെ ആവശ്യ സമയത്ത് അകത്താത്മാവ് ഈ വചനങ്ങൾ ക്വിക്കൻ ചെയ്തു തരും. അപ്പം ഇവിടെയും കണ്ടോ, ആത്മാവ് ഉള്ള വ്യക്തിയും ആത്മാവുള്ള ചർച്ചിലും വേർഡ് ബേസ്ഡ് ആയിരിക്കും. See, it's so connected. Praise the Lord. Hallelujah. നമുക്കിനി ഒരു 5-8 മിനിറ്റ് ഉണ്ട്. ഒന്ന് അല്പം ഒന്ന് കാത്തിരിക്കാം. സ്തോത്രം. We need the Holy Spirit. 15-ാം അധ്യായത്തിൽ വരുമ്പോൾ 26-ാം വാക്യം, ഞാൻ പിതാവിൻ്റെ അടുക്കൽ നിന്ന് നിങ്ങൾക്ക് അയക്കുവാനുള്ള കാര്യസ്ഥനായി പിതാവിൻ്റെ അടുക്കൽ നിന്ന് പുറപ്പെടുന്ന സത്യാത്മാവ് വരുമ്പോൾ അവൻ എന്നെക്കുറിച്ച് സാക്ഷ്യം പറയും. അത് ഏത് കോണ്ടെക്സ്റ്റിലാണ് പറഞ്ഞിരിക്കുന്നറിയോ? 15-ാം അധ്യായത്തിൻ്റെ 18 മുതൽ കർത്താവ് പറഞ്ഞത് നിങ്ങൾക്ക് പേഴ്സിക്യൂഷൻ ഉണ്ടാകുമെന്ന്. സ്തോത്രം. അത് ചില ലെവലുകളിൽ കർത്താവ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങളെ ലോകം പകയ്ക്കും, 2 ഉപദ്രവിക്കും. 16-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ ആദ്യ ഭാഗത്തിൽ പള്ളിഭ്രഷ്ടരാക്കും, 4 കൊല്ലും. ഇത്രയും കാര്യത്തിൻ്റെ നടുവിൽ അകത്ത് പവർ ഓഫ് ഗോഡ് ബൈ ദ ഹോളി സ്പിരിറ്റ് ഉള്ളവൻ യേശുവിൻ്റെ സാക്ഷ്യം വഹിക്കും. പ്രൈസ് ദ ലോർഡ്. റിയൽ ചർച്ച് വിൽ ബി പെർസിക്യൂട്ടഡ്. കർത്താവ് തന്നെ പറയുന്നു, എന്നോടിങ്ങനെ ചെയ്യുന്ന നിങ്ങൾക്കിങ്ങനെ വരും. അല്ല, കർത്താവ് പറഞ്ഞില്ല നിങ്ങളല്ല എന്നെ അനുഗമിക്കുക, നിങ്ങൾക്ക് കാറ് കിട്ടും, നിങ്ങൾക്ക് അത് കിട്ടും, നിങ്ങൾക്ക് ഇങ്ങനത്തെയുള്ള കാര്യമൊന്നും ജീസസ് പറഞ്ഞിട്ടേ ഇല്ല. ജീസസിനെ അനുഗമിച്ചാൽ ലോകം പകയ്ക്കുമെന്നാണ് ജീസസ് പറഞ്ഞിരിക്കുന്നത്. പകയ്ക്കുമെന്ന് പറഞ്ഞാൽ ഇൻസൾട്ട് ചെയ്യും, വെർബൽ അബ്യൂസ്. 2 പേഴ്സിക്യൂഷൻ, ഉപദ്രവം എന്ന് പറഞ്ഞാൽ ശാരീരികമായി ഉപദ്രവിക്കും. പള്ളിഭ്രഷ്ടർ എന്ന ജൂയിഷ് കോണ്ടെക്സ്റ്റിൽ അതിൻ്റെ അർത്ഥമെന്ന് പറഞ്ഞാൽ സമൂഹം നിന്നെ ഒറ്റപ്പെടുത്തും. 4 കൊല്ലെന്ന് പറഞ്ഞതിന് വ്യാഖ്യാനം വേണോ? അതിൻ്റെ നടുവിൽ
പവർഫുൾ വിറ്റ്നസ് ആകുന്നത് ഇറ്റ്സ് ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ആത്മാവില്ലാത്തവൻ അപ്പോഴേ തലങ്കാലിയാക്കും. സ്തേഫാനോസിനെ കല്ലേറിൻ്റെ നടുവിൽ നിർത്തിയതാണ് ഹോളി സ്പിരിറ്റ് പവർ. അല്ലാതെ ആത്മാവിൻ്റെ അനോയിൻറ്റിങ് കൊണ്ടിൽ ചിലർ ചിന്തിക്കുന്നത് തൊടാനൊക്കത്തില്ല, അടുക്കാനൊക്കത്തില്ല, പിന്നെ അങ്ങനെ തൊടുന്നത്. ദാറ്റ് ഈസ് നോട്ട് ബിബ്ലിക്കൽ ടീച്ചിങ്. ഈ പ്രതികൂലത്തിൽ അവനെ നിർത്തുന്നതാണ് ക്രിസ്തുവിൻ്റെ ആത്മാവ്. ജീസസിനെ പകയ്ക്കുമ്പോഴും ജീസസിൻ്റെ അവസാന കർത്താവ് കോടതികൾ കർത്താവിനെ വിസ്തരിക്കുന്നൊക്കെ നിങ്ങളൊന്ന് പഠിക്കണം. ഐ ടെൽ യു, നമ്മുടെ ലൈഫ് ചേഞ്ച് ചെയ്യും. ആദ്യം ജീസസിനെ കൈ കെട്ടിയിട്ട് ഹന്നാവിൻ്റെ എവിടെയാണ് കൊണ്ടുവരുന്നത്? ഹന്നാവിൻ്റെ അടുക്കൽ ജീസസ് ഒരു കാര്യം പറഞ്ഞു. ജീസസ് ഇത്രേ പറഞ്ഞുള്ളൂ. എന്തിനാ എന്നോട് ചോദിക്കുന്നു? സാക്ഷികളെ വിളിക്കുക. അടുത്ത് നിന്ന് ഒരുത്തൻ കന്ന നോക്കി ഒരു അടി കൊടുത്തു. ഈ അന്നാവിനെ സൂചിപ്പിക്കാൻ ചെയ്തതാണ്. ജീസസ് വളരെ ശാന്തമായിട്ട് ചോദിച്ചു, ഞാൻ പറഞ്ഞ സത്യമാണ്, വൈ ഡു ബീറ്റ് മീ? പക്ഷെ നീതി കിട്ടിയില്ല. അടുത്തത് ഇദ്ദേഹത്തിൻ്റെ മരുമകൻ കയ്യാഫാവിൻ്റെ അടുക്കലാണ് കൊണ്ടുവന്നത്. അവിടെ എന്തെല്ലാം കർത്താവിനെ ചെയ്തെന്നറിയാമോ? അവിടെയൊക്കെ ചിലടത്ത് എഴുതിയിരിക്കുന്നത് ജീസസ് വാസ് സൈലൻ്റ് എന്ന്. ഐ ടെൽ യു, ഇഫ് യു ഡോണ്ട് ഹാവ് ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ് ഇൻസൈഡ് യു, യു കനോട്ട് ഷട്ട് യുവർ മൗത്ത്. ഞാൻ അതിനകത്ത് കണ്ടത് ആത്മാവിൻ്റെ ശക്തിയാണ്. പീലാത്തോസിൻ്റെ അടുക്ക കൊണ്ട് പീലാത്തോസ് ചോദിച്ചു, നീ എന്തൊന്നും മിണ്ടാത്തത്? നിനക്കറിയത്തില്ലേ എനിക്ക് അധികാരമുണ്ട് നിന്നെ വിടാനും ക്രൂശിക്കാനും ഒന്നും? അന്നേരം കർത്താവ് എന്ന് പറഞ്ഞു, ഉയരത്തിൽ നിന്ന് കിട്ടാതെ യു ക്യാൻ ഡു നത്തിങ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അൺലെസ് മൈ ഫാദർ അലൗസ് യു, യു കനോട്ട് ഡു എനിത്തിങ്. ഇതെല്ലാം ആത്മപൂർണനായിരുന്ന ക്രിസ്തു എത്ര ഡിഗ്നിറ്റിയോടുകൂടിയാണെന്നറിയാൻ സഹിച്ചത്. ആ ആത്മാവാണ് നമ്മുടെ അകത്ത് വരുന്നത്. നമ്മൾ പറയുന്നു മെഴ്സിഡീസിൽ നടക്കുന്നതാണ് ആത്മാവ് വന്നാൽ. കാരണം അഭിഷക്തനാണ് ഈ ബ്രദറെ അങ്ങനെ. വിച്ച് ഡോക്ടറിൻ ഇസ് ദാറ്റ്? അപ്പോൾ ജീസസ് അഭിഷക്തനല്ലയോ? പൗലോസ് അഭിഷക്തനല്ലേ? പിന്നെ ഇത് ഇപ്പം ലെവൽ വിട്ടു പോയിരിക്കുക. ഇതിനെക്കാട്ടില്ല വലിയ അഭിഷേകം ഉള്ളവരുണ്ടെന്നാണ് പറയുന്നത്. അത് സൂക്ഷിക്കേണ്ടതുമാണ്. പ്രതികൂലത്തിൽ നിർത്തുകയാണ് ഹോളി സ്പിരിറ്റ്. അതാ പറഞ്ഞ ഹൃദയത്തിനകത്ത സ്പിരിറ്റിലാണ് ബലം. ഫിയർ ഇല്ലാതെ ഉപദേശത്തിന് വേണ്ടി, സത്യത്തിന് വേണ്ടി, ക്രിസ്തുവിന് വേണ്ടി, ദൈവമഹത്വത്തിന് വേണ്ടി നിൽക്കുക. ഇറ്റ്സ് ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. നാളെ നമുക്ക് 16-ാം അധ്യായത്തിലെ കുറേ കാര്യം ചെയ്തിട്ട് എനിക്ക് പ്രധാനമായിട്ട് നാളെ പറയാനുള്ളത്, ഈ ആത്മാവ് ഈ അപ്പോസ്തലന്മാരുടെ മേൽ വന്നപ്പോൾ അവരുടെ പഴയ അനുഭവവും പുതിയതുമായിട്ടുള്ള ഒരു കമ്പാരിസൺ, ഇതാണ് നമ്മളിൽ നടക്കേണ്ടത്. പ്രൈസ് ദ ലോർഡ്. എല്ലാ കണ്ണും അടച്ച്, ഇഫ് നിങ്ങൾക്ക് ശാരീരിക ബുദ്ധിമുട്ടില്ലാത്തവർ ജസ്റ്റ് ഒന്ന് എഴുന്നേറ്റ് നിന്നാൽ നമുക്ക് അല്പസമയം കർത്താവിനെ ഒന്ന് സ്തുതിച്ചിട്ട്, പാസ്റ്റർ മൊബൈലൊന്നും തന്നെ എനിക്കത്